ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് പ്രൊഡക്റ്റിനെ പറ്റി. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ന്യൂട്രിചാർജ് മാൻ ആയിട്ട് ലോഞ്ച് ചെയ്ത്, ഓക്കെ, ന്യൂട്രിചാർജ് കമ്പനി ന്യൂട്രിചാർജ് മാൻ എന്ന പ്രൊഡക്റ്റുമായിട്ട് മാർക്കറ്റിൽ വന്നപ്പോൾ ആ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇതങ്ങ് വന്നു. പല പി യു സികളിലും വന്നു, അന്ന് പി യു സികളിലേക്ക് വന്നു. അപ്പോഴേക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ചില അറിയുന്ന ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചു, സാർ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അതൊരു മരുന്നായിട്ടാണ് കാണുന്നത്, മൾട്ടി വിറ്റമിൻ മൾട്ടി മിനറൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ചുമ്മാതെ അങ്ങോട്ട് മേടിച്ച് കഴിക്കാൻ പറ്റുമോ, എന്തെന്നാന്ന് പോലും അറിയില്ല, സാധനം കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ കുറെ ഇൻഗ്രീഡിയൻസിന്റെ അതും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞാൽ മരുന്നായിട്ട് കണക്കാക്കണ്ട, കാരണം മൾട്ടി വിറ്റമിൻ മൾട്ടി മിനറൽ ആണ്, അത് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് നമുക്ക് കഴിക്കുന്നതിന് യാതൊരു തകരാറില്ല. കാരണം ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഭക്ഷണം കഴിച്ചാൽ ആർക്കും മരുന്ന് കിട്ടാറില്ല, ഭക്ഷണം കഴിച്ചാൽ പോഷകങ്ങൾ കിട്ടാറുള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തി പറയാറുണ്ടോ, ഞാൻ ഇന്നലെ ഒരു മരുന്ന് കഴിച്ചു, അല്ല ഞാൻ ഇന്നലെ ഒരു പോഷകം അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഈ മൾട്ടി വിറ്റമിൻ മരുന്ന് അല്ല ഭക്ഷണം കഴിച്ചു, അതിൽ നിന്ന് എനിക്ക് മരുന്ന് കിട്ടിയെന്ന് ആരും പറയാറില്ല. ഭക്ഷണത്തിൽ കൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് പോഷകങ്ങൾ മാത്രം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോഷകത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് ഒരു പോഷകം തന്നെയാണ്. അതുകൊണ്ട് അതിലുള്ള കുറവ് നികത്താനുള്ളതാണ് സധൈര്യം കഴിക്കാം. അപ്പൊ ന്യൂട്രിചാർജ് മാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, സാർ അപ്പോൾ ഇതിന്റെ മാനിന് മാത്രമേ ഉള്ളൂ, അപ്പൊ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റും? അപ്പൊ ന്യൂട്രിചാർജ് വുമൻ വരാത്ത സ്ഥിതിക്ക് മാൻ തന്നെ നമുക്ക് താൽക്കാലികമായിട്ട് സ്ത്രീകൾക്കും കൊടുക്കാനായി. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ന്യൂട്രിചാർജ് വുമൻ ലോഞ്ച് ചെയ്തു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. അതായത് സാധാരണ മൾട്ടി വിറ്റമിൻ മൾട്ടി മിനറൽ എന്നൊക്കെ പറഞ്ഞാല് പുരുഷനും സ്ത്രീയും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഒരൊറ്റ ടാബ്ലറ്റാണ് കൊടുക്കുക, അല്ലാതെ വ്യത്യസ്തമില്ലായിരുന്നു. അങ്ങനെ ഒരു വേർതിരിപ്പില്ലായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ കൊടുക്കുമായിരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ചില ആൾക്ക് ഗുണം കിട്ടും, ചില ആൾക്ക് ഗുണം കിട്ടത്തില്ല, അങ്ങനെയൊക്കെ പോകും. അപ്പൊ ഇതിങ്ങനത്തെ ഒരു പഠനം നടത്തിയതിന് ശേഷം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പ്രൊഡക്റ്റുകൾക്ക് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 23 പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ അതിനേക്കുള്ള വീണ്ടും വീണ്ടും റിസർച്ചുകൾ നടക്കുകയാണ്. വേറെയും ചില കേസുകൾക്ക് കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങൾക്ക് ഇത് കൊടുക്കരുത്, ഇതിങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ, റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ റിസർച്ച് നടത്തിയാണ് നമ്മൾ ന്യൂട്രിചാർജ് മാൻ എന്ന പ്രൊഡക്റ്റും ന്യൂട്രിചാർജ് വിമൻ എന്ന പ്രൊഡക്റ്റും, പുരുഷന് വേറെ സ്ത്രീകൾക്ക് വേറെ ലോഞ്ച് ചെയ്തത്. അപ്പോ അതിൽ മനസ്സിലായത് എന്താ വെച്ചാൽ പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ ശരീരവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അവരെ ഹാർമോണൽ വ്യത്യാസം, ഓക്കെ, കെമിക്കൽ വ്യത്യാസം എല്ലാം വളരെയധികം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ വ്യത്യാസം അനുസരിച്ചിട്ടുള്ള പോഷകങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പോഷകങ്ങൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പൊ അത് ഉദ്ദേശിച്ചത് ആ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂട്രിചാർജ് മാൻ ആൻഡ് ന്യൂട്രിചാർജ് വുമൻ എന്ന പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പൊ ന്യൂട്രിചാർജ് മാനിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അപ്പൊ ഇന്ന് ന്യൂട്രിചാർജ് വുമനെ പറ്റി നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാം. കാരണം സൂപ്പർ സൺഡേയിലും സംസാരിച്ചിട്ടുണ്ട് നമ്മൾ. ഈ ഞായറാഴ്ചയാണ്, 2 ദിവസം മുന്നേ. അപ്പൊ ന്യൂട്രിചാർജ് വിമനെ വിശദീകരിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ, ഓക്കെ, റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് ആ മുടിയുടെ മുകളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വുമൻ എന്ന് മനസ്സിലാക്കണം. ഒരു സ്ത്രീകൾക്കുണ്ടാവുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണിത്. ഇപ്പൊ നോക്കിയ ഫോർ എക്സാമ്പിൾ 1-2 എടുക്കുക. ഒരു എഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ, അതും വാം എഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ, ഇമോഷണൽ ഫേംനെസ് വേണമെങ്കിൽ, ഒരു ബാലൻസ് ആയിട്ട് ഫാമിലിയെ കൊണ്ടുപോകണമെങ്കിൽ, അതേപോലെ ഒരു വണ്ടർഫുൾ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ, പേഷ്യന്റിൽ നിന്ന് അത് മാറി നല്ല എലിഗന്റ് ആയിട്ടുള്ള ഒരു ശരീരത്തിന്റെ ഉടമയാവണമെങ്കിൽ, ഒരു ഫ്രണ്ട് ആവണമെങ്കിൽ, ഒരു ബ്യൂട്ടിയുടെ പര്യായമാവണമെങ്കിൽ, അതേപോലെ തന്നെ നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഇങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ്, ശരീരത്തിൽ എല്ലാവിധ കുറവുകളെയും ബാലൻസ് ചെയ്തു പോകണമെങ്കിൽ, എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കണമെങ്കിൽ, ന്യൂട്രിചാർജ് വുമൻ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് എ ലേഡി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. കേൾക്കുക, എഴുതിയെടുക്കുക. അപ്പൊ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ന്യൂട്രീഷൻ ഇസ് റിക്വയർഡ് ഫോർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് ലൈഫ്. അപ്പോ പോഷകങ്ങളുടെ കുറവ് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് ഈ ഒരു സ്ലൈഡ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് അഥവാ പോഷകങ്ങളെ പറ്റി സംശയങ്ങളുണ്ട്, പോഷകങ്ങൾ അത്ര ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത യാതൊരു സ്ഥാനത്തും ഉള്ളതല്ല, അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കുക. അതിന് യാതൊരു കഴിവുമില്ല അതില്. സോ ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ, ശാരീരികവും മാനസികവുമായിട്ട് ശരിയായിട്ടുള്ള ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ശരീരം വേണമെങ്കിൽ
നമുക്ക് ഓരോ സ്റ്റേജിലും, ജീവിതത്തിന്റെ ഓരോ അവസ്ഥയിലും നമുക്ക് പോഷകങ്ങൾ ആവശ്യമാണ്. അല്ലാതെ കുറച്ച് ദിവസത്തേക്ക് മാത്രം പോഷകം മതി, പിന്നീട് വേണ്ട, അല്ലെ ഈ പ്രായത്തിലുള്ളവർക്ക് മാത്രം പോഷകം മതി, പിന്നീട് വേണ്ട, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഈ ഭൂമിയിൽ ശ്വാസം എടുക്കാൻ തുടങ്ങുന്ന സമയം മുതൽ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് വരെ നമുക്ക് പോഷകങ്ങൾ ആവശ്യമാണ്. ഈ രണ്ട് ശ്വാസത്തിന്റെയും നടുക്കുള്ള ഗ്യാപ്പ് വലുതാവുന്നതും കുറയുന്നതും പോഷകങ്ങളുടെ കുറവോ അല്ലെങ്കിൽ പോഷകങ്ങൾ ഇല്ലാത്തതും. പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തെ ശ്വാസവും അവസാനത്തെ ശ്വാസവും തമ്മിലുള്ള ഗ്യാപ്പ് കുറയുന്നത് പോഷകങ്ങളുടെ കുറവ് കൊണ്ടും കൂടുന്നത് പോഷകങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പൊ പോഷകം തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോ ഏതൊരവസ്ഥയിലും ഏതൊരു സ്റ്റേജിലും ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ പോഷകം ഈസ് റിക്വയർഡ്, ന്യൂട്രീഷൻ ഈസ് റിക്വയർഡ്. ഇനി ഒരു കുടുംബത്തില് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കുക, ഓക്കെ. അപ്പൊ സാധാരണഗതിയിൽ ഒരു പ്രായം വരെ അവർക്ക് വേണ്ട പോഷകങ്ങൾ ഒരുപോലെ തന്നെയായിരിക്കും, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ചെറുപ്രായം മുതൽ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് തന്നെയാണ്. ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന പോഷകം സെയിം ആണ്, വലിയ വ്യത്യാസം അവിടെ ഇല്ല. കാരണം അന്ന് ആ സമയത്ത് രണ്ട് ശരീരവും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. ആൺകുട്ടി പെൺകുട്ടി എന്ന് ഒരു ചെറിയ വ്യത്യാസമല്ലാതെ അകത്ത് നടക്കുന്ന മെറ്റാബോളിസം ആയിക്കോട്ടെ, അടുത്ത് നടക്കുന്ന ചില പ്രക്രിയകളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്, അല്ലെങ്കിൽ ഗ്രോത്ത് ആയിക്കോട്ടെ, എല്ലാം സെയിം തന്നെയായിരിക്കും, വലിയ വ്യത്യാസം കാണത്തില്ല. പക്ഷേ ദ മൂമെന്റ് ദ ഗേൾ ട്രാൻസ്ഫോംസ് ഇൻ ടു എ വുമൺ, അതായത് അഡോളസൻസിലേക്ക് കടന്നുകൊണ്ട് പെൺകുട്ടി ഒരു സ്ത്രീയിലേക്ക് രൂപാന്തരം ചെയ്യപ്പെടുമ്പോൾ ആ നിമിഷം മുതൽ ഇതുവരെ അനിയനോ അല്ലെ ചേട്ടനോ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് തന്നെയാണ് ഈ ചേച്ചിയോ അല്ലെ അനിയത്തിയോ കഴിച്ചതെങ്കിൽ ആ സമയം മുതൽ അവർക്ക് വേണ്ട ആവശ്യകൾ എല്ലാം തന്നെ മാറുകയാണ് ചെയ്യുന്നത്. സോ ഫ്രോം ദാറ്റ് മൊമെന്റ്സ് ദ ന്യൂട്രീഷണൽ നീഡ്സ്, പ്രത്യേകിച്ച് പോഷകങ്ങളുടെ കാര്യത്തിൽ വളരെയധികം വ്യത്യാസം അവിടെ നിന്ന് സംഭവിക്കും. പക്ഷെ ഇതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ വളരെ കുറവായതുകൊണ്ട് ഒരേ തരത്തിലുള്ള സാധനം ഉണ്ടാക്കുന്നു, ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നതാണ്. അതിൽ പ്രായമുള്ള സ്ത്രീയാവാം, ചെറിയ സ്ത്രീയാവാം, അഡോളസൻസിലായിട്ടുള്ള മധ്യവയസ്കുള്ള സ്ത്രീയാവാം, പുരുഷനാവാം, എല്ലാവരും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിക്കും. അതിലുള്ള പോഷകങ്ങളുടെ കുറവ് ഓരോ ദിവസവും കൂടിപ്പോവുകയാണ് ചെയ്യുന്നത്, കുറയുന്നില്ല. അത് പ്രത്യേകിച്ച് ബാധിക്കുക സ്ത്രീയെയും അതേപോലെ പെൺകുട്ടിയെയുമാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും നമ്മൾക്ക് തോന്നും നമ്മൾ പ്രായം കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെ നമ്മൾ ഇങ്ങനെ മുതിർന്ന വ്യക്തിത്വങ്ങളായിട്ടുണ്ടെന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷെ നമ്മൾ ആരോഗ്യപരമായിട്ട് വളരെ പിറകോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ റിവേഴ്സ് ഗിയറിലാണ് പോകുന്നത്, പക്ഷെ നമുക്ക് തോന്നും നമ്മൾ മുന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് റിവേഴ്സ് ഗിയർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ന്യൂട്രീഷൻ നീഡ്സ്, അതൊക്കെ നമുക്ക് പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പൊ പ്രത്യേകിച്ചിട്ട് ഓരോ വ്യക്തികളും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഒരേപോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടാനുള്ള സാധ്യത ഏറ്റക്കുറച്ചിൽ കാണിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂട്രീഷൻ സയൻസ് വളരെ വ്യാപ്തിയോടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. മെഡിക്കൽ സയൻസ് അതുകൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത്. കാരണം മെഡിക്കൽ സയൻസ് ഈ കുറവുകൾ വന്നാൽ എന്തെങ്കിലും കൊടുത്തിട്ട് സപ്രസ് ചെയ്ത് പിടിച്ചു നിർത്താനല്ലാതെ ആ കുറവുകൾ അകറ്റാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അവിടെ കുറവ് വന്നുകൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമേ മെഡിക്കൽ സയൻസും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ആ കുറവ് വരാതെ നോക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രായ വ്യത്യാസം വരുമ്പോൾ പ്രായത്തിനനുസൃതമായിട്ട് നമ്മൾ പോഷകങ്ങളുടെ അളവ് കൂട്ടുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലേക്കുമുള്ള ഓരോ സ്റ്റേജിലേക്കുമുള്ള പോഷക തത്വങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ടോട്ടാലിറ്റിയിൽ 23 ഉണ്ട്. അതില് പോഷകങ്ങളുടെ കുറവുള്ളതുകൊണ്ട് ഇപ്പം ചില ആൾക്കാർ ഒരുപക്ഷെ 40 വയസ്സിലേക്ക് അറിഞ്ഞിട്ടുണ്ടാവും, ചില ആൾക്കാർ 45 വയസ്സിൽ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അത്രയും കാലം അവരുടെ ശരീരത്തിൽ പല കുറവുകളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ചില അവയവങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് ചില പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന അവയവങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെയുണ്ട്. ടോട്ടാലിറ്റിയിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, അവയവങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള 23 തരം പ്രൊഡക്റ്റുകളാണ് നിങ്ങളുടെ മുന്നിൽ ന്യൂട്രിചാർജ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ചില സമയം നമുക്ക് ചില പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂട്ടേണ്ടി വരുന്നത് ചില ആൾക്കാർക്ക്.
ചില ആൾക്കാർക്ക് ഗുളികയുടെ എണ്ണം കൂട്ടേണ്ടി വരുന്നത്, ചില ആൾക്കാർക്ക് ചിലത് കൊടുക്കാതിരിക്കുകയും ചെയ്യാം, ചില ആൾക്ക് പക്ഷെ അത് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ പലതരത്തിലുള്ള വ്യതിയാനം അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം സംഭവിക്കുന്നതിന്റെ കാരണം ശരീരത്തിലെ പോഷകത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ പോഷകത്തിന്റെ കുറവുകളാണ്. ഓക്കെ, അപ്പോ സാധാരണഗതിയിൽ ഇതും ഇപ്പോൾ തെറ്റിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. സാധാരണഗതിയിൽ ഒരു 13 വയസ്സൊക്കെ ടീനേജിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു 12 വയസ്സാകുമ്പോഴേക്കാണ് മെൻസ്ട്രൽ പീരീഡ് പെൺകുട്ടികളിലേക്ക് തുടങ്ങുക. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡും അതേപോലെ അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ ശൈലി, ജീവിതശൈലി രണ്ടും പറയണം. വെറും ഭക്ഷണശൈലി മാത്രമല്ല, ജീവിതശൈലിയും കൂടി അനാരോഗ്യപരമായ ആയതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന സാധാരണ ഇപ്പം പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നു, അല്ലെങ്കിൽ പ്രമേഹം, അങ്ങനത്തെ പലതും പറയുന്നുണ്ടെങ്കിലും ചിലതൊക്കെ ജീവിതശൈലിയിൽ വന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ പെൺകുട്ടികൾ പ്രായത്തിന്റെ മുന്നേ തന്നെ മെൻസ്ട്രൽ പീരീഡ് തുടങ്ങി പോകുക എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് 6 വയസ്സ് 7 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും മെൻസ്ട്രൽ വന്നു. ക്യാൻ യു എവർ ഇമാജിൻ? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമല്ലോ നമുക്ക്? 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കൊക്കെ പീരീഡ്സ് ആയി പോകുക പറഞ്ഞാൽ ക്യാൻ യു ബിലീവ് ഇറ്റ്? കാരണം ഒന്നേ ഉള്ളൂ, അനാരോഗ്യ ജീവിതശൈലി, അനാരോഗ്യത നിറഞ്ഞ ഭക്ഷണശൈലി. ഇതിനെ രണ്ടിനെയും ആ വ്യാപ്തി അല്ലെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോഷകങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ് പ്രസരം, ആ സമയത്ത് ജങ്ക് ഫുഡ് കഴിച്ചിട്ട് യാതൊരു ഗുണവും ആ ശരീരത്തിന് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു സാധനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് പറഞ്ഞത് ചില ആൾക്കാർ പറയുന്നു ഈ പ്രോട്ടീൻ കഴിച്ചതോടെ അവർക്ക് ശോധന അല്ലെങ്കിൽ അവരുടെ ഡൈജഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ വ്യക്തികളോട് വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രോട്ടീനിന്റെ തകരാറല്ല, നിങ്ങളുടെ ശരീരത്തിന്റെ തകരാറാണ്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ദഹനം കൃത്യമായിട്ട് നടന്നിട്ടേ ഇല്ല, അതാണ് സംഭവം. അപ്പോൾ ദഹന പ്രക്രിയ തന്നെ തകരാറില്ല. കാരണം ഇതുവരെ നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളെ കഴിക്കുന്നുള്ളൂ. അപ്പോ ഡൈജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കൊടുത്തിട്ടും കാര്യമുണ്ടാകും. അതും ആദ്യം മനസ്സിലാക്കും. കാരണം ഈ സപ്ലിമെന്റ്സ് എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ന്യൂട്രിചാർജ് വുമനെ പറ്റി പറയുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, അതില് പിന്നെ 13 തരം ഫ്രൂട്ടിന്റെ സത്തുകൾ, ചില അമിനോ ആസിഡ്സ്, ബൊട്ടാനിക്കൽസ് എല്ലാം ചേർത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 50 എണ്ണം ഉണ്ട്. ഈ 50 ഇൻഗ്രീഡിയൻസും നമ്മൾ വായിൽ കൂടി ഇടുമ്പോൾ ഇത് വയറ്റിൽ പോയിട്ട് ഡൈജസ്റ്റ് ആയിട്ട് എന്നിട്ട് അത് അബ്സോർബ് ചെയ്യണം. അപ്പൊ ഡൈജഷനേ ഇല്ലെങ്കിൽ പിന്നെ ഇത് കഴിച്ചിട്ട് കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല, ഒരു കാര്യമില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരൊറ്റ കുറ്റം അങ്ങ് പറയും, അതായത് ഈ ഗുളിക കഴിച്ചതിന് ശേഷം എന്തൊക്കെയോ തോന്നും. ഈ ഗുളിക കഴിച്ചതിന് ശേഷമല്ല എന്തൊക്കെയോ തോന്നുന്നത്, നിങ്ങൾക്ക് ആ തോന്നൽ ഓൾറെഡി എന്റെ ഉള്ളിൽ ഉണ്ട്. അത് നമ്മളുടെ ശരീരത്തിന്റെ ഘടനയുടെയോ അവസ്ഥയുടെയോ തകരാറാണ്. സോ ആദ്യം ചെയ്യേണ്ടത് ഡൈജഷൻ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യും. ഓക്കെ, ഡൈജഷൻ നന്നാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പഞ്ചസാര നിർത്തുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ടേക്കിംഗ് ഷുഗർ. അല്ലാതെ അതും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അനാരോഗ്യപരമായിട്ടുള്ള എല്ലാവിധ പ്രക്രിയകളും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആരല്ലോ പറഞ്ഞത് കൊണ്ട് ഒരു ന്യൂട്രിചാർജ് ഊണ് കഴിക്കുന്നുണ്ട്. എന്നിട്ട് പറയും സാർ റിസൾട്ട് വന്നിട്ടില്ല. ഒരിക്കലും വരില്ല കേട്ടോ, അതുകൊണ്ട് കഴിക്കാൻ പോകണ്ട, അതാ നല്ലത്. ഇഫ് യു ക്യാൻ ലിവ് ഇൻ എ ഡിസിപ്ലിൻഡ് വേ ദെൻ ഓൺലി യു സ്റ്റാർട്ട് ടേക്കിംഗ് സപ്ലിമെന്റ്സ്. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പൊ ജീവിതശൈലി രോഗം വരാനുള്ള കാരണം എന്താ പറയുക? നമ്മൾ ഇൻഡിസിപ്ലിൻഡ് ആയി പോയി, നമ്മൾ ഡിസിപ്ലിൻ മാറിപ്പോകും. കാരണം ആ സമയത്ത് കഴിക്കാറില്ല, തോന്നിയ സമയത്ത് കഴിക്കും, തോന്നിയത് കഴിക്കും, ചില സമയത്ത് ഒന്നും കഴിക്കാറില്ല. അപ്പൊ ഇങ്ങനത്തെ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ജീവിതശൈലി അവലംബിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരുന്നു. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ ചുമ്മാതെ അങ്ങ് വന്നതല്ല, നമ്മൾ ഇൻഡിസിപ്ലിൻഡ് ആയി പോകണം. അപ്പൊ നമ്മൾ ഡിസിപ്ലിൻ ലൈഫിലേക്ക് വരണം, എന്നാൽ മാത്രമേ ഉണ്ടാവും. അപ്പൊ ഇൻഡിസിപ്ലിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ ഒക്കെ മാറും. പല വ്യക്തികൾക്കും കൃത്യസമയത്ത് ശോധന ഉണ്ടാവാറില്ല. ദ മോഷൻ നെവർ കംസ് ഓൺ ടൈം. 24 മണിക്കൂറിൽ തോന്നിയ സമയത്ത് എപ്പോഴല്ലോ അങ്ങ് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി സൈൻ. കറക്റ്റ് മൂവ്മെന്റ്, കറക്റ്റ് സമയത്ത് മോഷൻ ഉണ്ടാവണം. രാവിലെ ഉറക്കിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ആയി ഫ്രഷ് ആയിട്ടിരിക്കണം. പക്ഷെ അതൊന്നും ഒരു വിഭാഗം, ഒരു മോർ ദാൻ 50%, അങ്ങനെ തന്നെ പറയാം, അതിശോക്തികരമായിട്ടൊന്നും തോന്നണ്ട, ഒരു എക്സാഗറേറ്റഡ് ഫിഗറും അല്ലത്. മോർ ദാൻ 50% ഓഫ് ദ പീപ്പിൾ ആർ സഫറിംഗ് ഫ്രോം ദിസ്. പക്ഷെ അവർ പറയില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവരെ മുഖം നോക്കിയാൽ മനസ്സിലാവും. അതിനുവേണ്ടി കുറച്ച് പഠിക്കേണ്ടിയിരുന്നു മാത്രം. ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കണ്ടാൽ മനസ്സിലാക്കണം. ഓക്കെ, സോ അഡോളസന്റ് പീരീഡിലേക്ക് പോകുന്നത് മാത്രമല്ല ഇപ്പൊ കണക്ക്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഏത് സമയത്ത് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നോ ആ സമയം മുതൽ ആ പെൺകുട്ടിയുടെ ആവശ്യകതകൾ എല്ലാം മാറുന്നു വരുന്നത്, എല്ലാം മാറും.
അതുവരെ അവരുടെ കൂടെപ്പിറപ്പായിട്ടുള്ള ആൺകുട്ടിക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിനാണ് ഈ കുട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയം മുതൽ അതിലേക്ക് മാറ്റം വരും. ഇഫ് യു ഡോണ്ട് ചേഞ്ച് then this girl will be absolutely unhealthy. ആൺകുട്ടിക്ക് വലിയ മോശമൊന്നും കാണില്ല, പെൺകുട്ടിക്ക് വളരെ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് കാണാം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പെൺകുട്ടി വളരെ ക്ഷീണിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അനുജനോ ചേട്ടനോ ഒക്കെ വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് കളിക്കാൻ പോയിട്ടുണ്ട്. പെൺകുട്ടി വന്നാൽ നേരെ വന്ന് കിടന്നാൽ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവസാനം പെൺകുട്ടിയെ കുറെ ചീത്തിപ്പിക്കും. നിന്നെ പോലെ തന്നെ എവിടെ ചെയ്യുന്നത്, അവനൊരു കുഴപ്പമില്ല, നീ എന്താ പറഞ്ഞു. ദീസ് ആർ ഓൾ നാട്ടക്സ് വിച്ച് വി സീ. പക്ഷെ അത് ആ പാവത്തിനും അറിയില്ല, ഈ പറയുന്ന ഒച്ച എടുക്കുന്ന ആൾക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസിഷൻ എടുക്കണം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, മെൻസ്ട്രേഷൻ അതഗെയിൻ 13-14 ഒന്നും ഇല്ല ഇപ്പോൾ. അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ കം. വന്നല്ലോ എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാളെ പരിചയപ്പെട്ടു, എല്ലാവരും ഒരാളെ കൺസൾട്ടേഷൻ ചെയ്യേണ്ടി വന്നു. 25 വയസ്സായിട്ടും ഇതുവരെ മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയിട്ടില്ല. ക്യാൻ യു ഇമാജിൻ? ചില സമയത്ത് 6 വയസ്സിൽ തന്നെ ചില ആൾക്ക് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നു, ചില ആൾക്ക് 25 വയസ്സായിട്ടും മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയിട്ടില്ല. ഇതെന്താണ് കാണിക്കുന്നത്? ക്യാൻ യു എവർ ഇമാജിൻ? എത്ര ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളും സ്ത്രീകളും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് മറ്റ് സുഹൃത്തുക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഞാൻ വെറും 249 പേരുമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ 249 പേരെ ഉള്ളൂ ഇപ്പോൾ. അതിനേക്കാളും എത്രയോ ആൾക്കാർ ഇതിന്റെ വെളിയിലുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് RCM-ൽ ഇല്ലാത്ത ആൾക്കാരെ പറ്റി ചിന്തിച്ചു കാര്യമില്ല. RCM-ൽ ഉള്ള ആൾക്കാർ പോലും ബഹുഭൂരിപക്ഷം ഇതിന്റെ വെളിയിലാണുള്ളത്, ഇതിലില്ല. നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, കേൾക്കുന്നവർ അറ്റ്ലീസ്റ്റ്. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും അനാരോഗ്യത്തിലേക്ക് പോകും. നമുക്ക് സേഹസാധ്യ പോലത്തെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് തന്നെ അതിനു വേണ്ടിയാണ്. അതിന്റെ ഉപയോഗം നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ സപ്ലിമെന്റും കഴിക്കുന്നില്ല, നമ്മൾ പ്രോഗ്രാമും കേൾക്കുന്നില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. ഓക്കെ, സോ ദിസ് ഇസ് അപ് ടു യു ടു ഡിസൈഡ്. മൈ ജോബ് ഇസ് ടു കീപ് ഓൺ ടെല്ലിങ്. ഞാൻ നല്ലപ്പോൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സമയത്ത്, അതായത് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞു പോകുമ്പോഴാണ്. കാരണം ബ്ലീഡിങ് നടക്കും. അപ്പൊ ലോസ് ഓഫ് ബ്ലഡ് നടക്കുമ്പോൾ ലോസ് ഓഫ് അയൺ നടക്കും. അപ്പൊ അയൺ അങ്ങ് കുറഞ്ഞു പോയാൽ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 2 ഘടകങ്ങൾ ചേർത്ത് പറഞ്ഞതാണ്. ഹെം എന്ന് പറയുന്നത് അയൺ, ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീനിലെ അമിനോ ആസിഡ്. ഇവിടെ പ്രോട്ടീൻ ആരും കഴിക്കാറില്ല, കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ വേണ്ടത്ര കഴിക്കാറില്ല. അപ്പൊ അതിന്റെ കാര്യം പോയി കിട്ടി. പിന്നെ അയൺ, അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലാത്തതുകൊണ്ട് എത്ര സ്ത്രീകള് കറക്റ്റായിട്ട് അയൺ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കും. അപ്പൊ അയണും ഇല്ല, ഹെമ്മും ഇല്ല, ഗ്ലോബിനും ഇല്ല. സോ ഹീമോഗ്ലോബിൻ ലെവൽ വിൽ നോട്ട് ബി ദേർ. പിന്നെ ഉള്ള അയൺ, ഉള്ള പ്രോട്ടീൻ മെൻസ്ട്രൽ പീരീഡ് സമയത്ത് ബ്ലഡ് വഴി അങ്ങോട്ട് പോവുകയും ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? അധികവും ഹീമോഗ്ലോബിൻ ലെവൽ ഈ പെൺകുട്ടിക്കും സ്ത്രീക്കും കുറവ് തന്നെയായിരിക്കും. അതുകൊണ്ട് എന്താ വല്ലാത്ത തളർച്ചയും വല്ലാതെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലത്തെ ഒരു എനർജി ലെവൽ ഡൗൺ ആയിട്ട്, സ്റ്റാമിന ഡൗൺ ആയിട്ട്, തളർച്ച അധികം ഉണ്ടാവും, ഫറ്റീഗ് ഉണ്ടാവും, വല്ലാതെ ക്ഷീണം ഉണ്ടാവും, ഇതൊക്കെയാണ് ഉണ്ടാവും. ഓക്കെ, സോ ലോ ഹീമോഗ്ലോബിൻ ലെവൽ ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. ഈ ലോ ഹീമോഗ്ലോബിൻ ചെറുപ്രായത്തിൽ തന്നെ ആവുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലേഡിക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യത കുറയും. എനിക്ക് അങ്ങനത്തെ ലേഡീസ് ഇപ്പോൾ ഹീമോഗ്ലോബിൻ ലെവൽ വളരെ കുറവുള്ള ലേഡി ആണെങ്കിൽ ആ ലേഡി അഥവാ പ്രഗ്നന്റ് ആവുന്നില്ലെങ്കിൽ ഒരുവിധം നോക്കിയാൽ സന്തോഷമാണ് എനിക്ക് കേട്ടോ. കാരണം ഹീമോഗ്ലോബിൻ കുറഞ്ഞ ലേഡി, അതായത് എനിമിക് ആയിട്ടുള്ള ലേഡി അഥവാ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ വളരെയധികം ഭയാനകമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇന്നും കൂടി കുറച്ച് വിശദീകരിച്ച് പറയും. അപ്പോ ഒരു ഹീമോഗ്ലോബിൻ ലെവൽ അനീമിക് ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ ഐദർ ഷീ ഷുഡ് നോട്ട് ഗോ ഫോർ പ്രഗ്നൻസി. ഇനി അതോ പ്രഗ്നൻസിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ കുറവുകൾ നികത്തിയതിനു ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെയധികം ഭയാനകമായിരിക്കും, സംശയമില്ല. ഓക്കെ, അത് നേരത്തെ ഞാൻ പറഞ്ഞ അനീമിയ. അപ്പൊ ഹീമോഗ്ലോബിൻ ലെവൽ വല്ലാതെ കുറഞ്ഞു പോകുമ്പോഴാണ് അനീമിക് ആകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയ ചിത്രത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇത് ഒരു വ്യക്തി നോർമൽ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ദിസ് പേഴ്സൺ ഈസ് അബ്സല്യൂട്ട്ലി ഹെൽത്തി. ആൻഡ് അതേപോലെ അനീമിക് എമൗണ്ട് ഓഫ് ബ്ലഡ് സെൽ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഈ രക്തത്തിന്റെ അളവ് വല്ലാതെ അങ്ങോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് രോഗം.
അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹീമോഗ്ലോബിൻ ലെവൽ കുറവാണ്. ഓക്കെ, ഇത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും നമ്മൾ കാണുകയും ചെയ്യും. ചില സമയത്ത് വല്ലാതെ വെളുത്ത് വിളർച്ച ഉള്ളൊരു മുഖമായിരിക്കും, പക്ഷെ നമുക്ക് തോന്നില്ല. കാണുന്നവർ പറയും നല്ല നിറമുള്ളതാണ്, പക്ഷെ നിറമല്ല ആക്ച്വലി, ലോ ബ്ലഡ്, അത്രയും പറയും. പിന്നെ ഇതാണ് കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇന്ത്യയില് ആൾമോസ്റ്റ് 50% ഓഫ് വിമൻ എനിമിക് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ പോലെ എടുത്തു കഴിഞ്ഞാൽ 2 സ്ത്രീകൾ എടുത്താൽ അതിൽ ഒരു സ്ത്രീ എനിമിക്കാണ്. അപ്പോൾ അത്ര സുഗമമുള്ള ഒരു റിപ്പോർട്ടൊന്നല്ല ഇത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ വീട്ടിൽ 4 സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഏത് അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോ 53%. അപ്പോ ഒന്നിനേക്കാളും അല്പം കൂടുതലാണ് അർത്ഥം. അപ്പൊ 2 സ്ത്രീകളെ എടുത്താൽ അതിൽ ഒരു സ്ത്രീ അല്ല, ഒന്നിനേക്കാളും അല്പം കൂടുതലുണ്ട് എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ്? പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെ നോക്കിയപ്പോൾ അതാണ് ഇതിനേക്കാളും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു, അനീമിക് ആണെങ്കിൽ പ്രഗ്നന്റ് ആവാനേ പാടില്ല, അതിനെ ശ്രമിക്കാൻ പാടില്ല. ഇനി അങ്ങനെയൊന്നും അറിയാതെ പ്രഗ്നന്റ് ആയെങ്കിൽ ആവാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ ആയി കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്, അത് വളരെ ഡേഞ്ചറസ്. അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിലും നമ്മൾ പരിശോധന നടത്തി നോക്കിയപ്പോൾ അത് യാതൊരു വ്യത്യാസമില്ല. കാരണം ഈ പറയുന്ന 50% ഓഫ് ദി അനീമിക് ലേഡീസ് അങ്ങോട്ട് പോയപ്പോഴേക്ക് അവിടെ പ്രഗ്നന്റ് ലേഡീസിലും 50% സ്ത്രീകള് അനീമിക് തന്നെയാണ്. അപ്പൊ അത് സാധാ ഒരു പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീ അനീമിക് ആകുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ്. കാരണം അതിന് കുറെ ഉണ്ട്. എന്താ കാരണം എന്നറിയാം? ഇപ്പം ഒരു അനീമിക് ആയിട്ടുള്ള ലേഡി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ജനിക്കുന്ന കുട്ടിക്ക് ആവശ്യത്തിനുള്ള തൂക്കം കാണില്ല, ആവശ്യത്തിനുള്ള വളർച്ച കാണില്ല. അഥവാ ഇതെല്ലാം കൊണ്ടും നമുക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ചില സമയത്ത് സ്റ്റിൽ ബർത്ത് ആയിരിക്കും, കുട്ടി മരിച്ചു, കുട്ടി ജനിക്കത്തില്ല. ഓക്കെ, ഡെത്ത് ഓഫ് ദി ചൈൽഡ് വിൽ ഹാപ്പൻ ഇൻസൈഡ് ദ മൂവി സെൽഫ്. അപ്പൊ അങ്ങനെ മരണം സംഭവിക്കും. അതാണ് സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്, ലേഡിക്ക്, പ്രഗ്നന്റ് ആയിട്ടുള്ള ഈ ലേഡിക്ക് വല്ലാതെ ബ്ലീഡിങ് ആവാനുള്ള സാധ്യത. ഓക്കെ, ഇതൊന്നും ആരോഗ്യപരമോ അല്ലെ സന്തോഷം തരുന്ന കാര്യമൊന്നുമല്ല. മൂന്നാമത്തത്, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് മരണം തന്നെ സംഭവിച്ചേക്കും. അപ്പോ ഒന്നെങ്കിൽ കുട്ടി മരിക്കും, ഇല്ലെങ്കിൽ അമ്മ മരിക്കും, ഇല്ലെങ്കിൽ രണ്ടുപേരും മരിക്കും, ഇല്ലെങ്കിൽ അമ്മ വല്ലാതെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷം നൽകുന്ന ഒരു വാക്ക് പോലും അതിലില്ല, ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല, ഇല്ല. എല്ലാം ഭീതിജനകമായിട്ടുള്ള കാര്യം. ഇത് അമിതമായിട്ട് സംഭവിക്കുന്നത് അനീമിക് ആയിട്ടുള്ള ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലാണ്. ആവശ്യത്തിനുള്ള രക്തം ശരീരത്തിൽ ഇല്ലെങ്കിൽ അനാരോഗ്യം തന്നെയാണ് കാരണം. എന്നാൽ ഇവിടെ ഇപ്പോ 50% എന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഇപ്പൊ നമ്മൾ ഒരു പഠനം നടത്തി, ഒരു പരിശോധന നടത്തി. അതായത് അഡോളസെൻസ് ആയിട്ടുള്ള പെൺകുട്ടികളെ മാത്രം നിർത്തി നമ്മൾ ടെസ്റ്റ് നടത്തി. അപ്പോൾ നമുക്ക് മനസ്സിലായത് 90% അഡോളസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ അനീമിക് ആണ്. ചിന്തിച്ചു നോക്കണം. ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ചെന്നിട്ട് ശരിക്കും ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുണ്ട്. ഒരു അരമണിക്കൂർ സെഷൻ ചോദിക്കും, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു. 90%, നോട്ട് ലെസ്. ഇത് ഞാൻ പറയുന്നല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, അല്ലാതെ ഞാൻ ചുമ്മാ കയറ്റി പറഞ്ഞതല്ല. അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിലും 90% ഇത് തന്നെയാണ് അവസ്ഥ. 90%. അപ്പൊ ഇങ്ങനെയാവുമ്പോൾ 90% അനാരോഗ്യമുള്ള പെൺകുട്ടികളും സ്ത്രീകളുമാണ് നമ്മളുടെ കൂടുതലുള്ളിലേക്ക്. ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ചോ. ദിസ് ഈസ് ഓൾ അബ്സല്യൂട്ട്ലി സ്കാരി. വളരെ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും അനാരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്ക്. ഓക്കെ, സോ ഐ റിക്വസ്റ്റ് ഓൾ ദ ലേഡീസ് ദേർ ടു കീപ് എ നോട്ട് ഓൺ ഇറ്റ്. ഓക്കെ, എന്നിട്ട് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു പക്ഷേ സ്കൂളും കോളേജും പോയതായിരിക്കും, വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം പല കുട്ടികളും ഞാൻ കാണാറുണ്ട്, നിങ്ങൾ കണ്ടു കാണും, സ്കൂൾ വിട്ടാൽ അല്ലെങ്കിൽ സ്കൂളിന്റെ റിസസ് പീരീഡിലൊക്കെ വെളിയിലോട്ട് പോകും, അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഉണ്ടാവും, അവിടെയൊക്കെ ഈ പറയുന്ന ജങ്ക് ആയിട്ടുള്ള സാധനം കിട്ടും, അത് കഴിക്കും. ആ പ്ലാസ്റ്റിക് പാക്കറ്റിലുള്ള കുറെ ചിപ്സ് അങ്ങനത്തെ സാധനം കഴിക്കും. എന്നിട്ട് കുടിക്കുന്നതോ വെള്ളമായിരിക്കില്ല,
അങ്ങനത്തെ അനാരോഗ്യപരമായിട്ടുള്ള പാനീയങ്ങൾ കുടിക്കും, പല നിറങ്ങളിലുള്ളത്. അപ്പൊ ഇത് കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ഓൾറെഡി പ്രശ്നമുണ്ട്, അതിന്റെ പുറമെ ഇത് കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ ഒരു നോളജ് നമ്മൾ കൊടുത്തിരിക്കണം, അവബോധം നൽകണം. ഓക്കെ, ഇനി ഇതൊക്കെ ടോട്ടാലിറ്റിയിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ 50%-ത്തിലൊക്കെ ഞാനുണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നൊക്കെ ആരും ചിന്തിച്ചു നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നും ഗ്രാമത്തിലായിരിക്കും നടക്കുക. നഗരങ്ങളിലൊക്കെ ആൾക്കാർക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഈ പ്രൊഡക്റ്റ് മേടിച്ച് കഴിക്കാനുള്ള കാശുണ്ട്, പ്രൊഡക്റ്റ് ലഭിക്കാനുള്ള ഔട്ട്ലെറ്റ്സുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ശരി തന്നെ. പക്ഷെ പഠനം നോക്കിയപ്പോൾ അതിനേക്കാളും ഭയാനകം. 36 വൻ നഗരങ്ങളിൽ നമ്മൾ നടത്തി ഇന്ത്യയിൽ. അവിടെ നോക്കിയപ്പോൾ കണ്ടതെന്നറിയാം, 6 ഔട്ട് ഓഫ് 10 ഹ്യൂമൻ ആർ എനിമിക്. നഗരങ്ങളിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവില്ല, അവർക്ക് കാശിന് കുറവില്ല, അവർക്ക് സപ്ലിമെന്ററി ലഭ്യതയ്ക്ക് കുറവില്ല. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമുണ്ട്, കഴിച്ചാലല്ലേ സംഭവിക്കും. അപ്പോ 60%, ബാക്കിയെല്ലാം 50-53% പറഞ്ഞെങ്കിൽ വൻ നഗരങ്ങളില് 60%-ത്തോളം സ്ത്രീകള് അനീമിക് ആണെന്ന് കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം അമിതമായിട്ടുള്ള അനാരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലിയും അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശൈലികൾ, ജങ്ക് ഫുഡിന്റെ അതിപ്രസരവും അതേപോലെ വെള്ളം കുടിക്കുന്നത് കുറവും ഒക്കെയാണ് ഇതിന്റെ കാരണം. അസമയത്തുള്ള ഭക്ഷണം, സിമ്പിൾ. അപ്പോൾ ഈ പറയുന്ന 3% സ്ത്രീകള് അനീമിക്ക് തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം വൻ നഗരങ്ങളിൽ ഇപ്പോൾ വന്ധ്യത നിവാരണ ആശുപത്രികളാണ്. കുട്ടികളുണ്ടാത്ത പാരന്റ്സിനെ, കുട്ടികളില്ലാത്ത അച്ഛനമ്മമാരോട് കൊണ്ടാക്കുന്നു, സ്ത്രീകളെയും പുരുഷനെയും പരിശോധനയും ടെസ്റ്റും നടത്തുന്നു. അങ്ങനെ കുറെ കാശ് അങ്ങനെ ഉണ്ടാകും. കാരണം ഇപ്പോഴും എനിക്കറിയാം, കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ താരോത്സവത്തിന് ഒരു ദമ്പതികൾ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. 10 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഏകദേശം 15 ലക്ഷം രൂപ ചെലവാക്കി. റിസൾട്ട് ഒന്നുമില്ല. കാരണം ഈ ഒരു ഭാഗം, ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ, വളരെ ഇമോഷണൽ ആണ്. അതുകൊണ്ട് ആ ഇമോഷണൽ അത്യാചാരം എന്ന് പറയും ഹിന്ദിയിലൊക്കെ. ആ ഇമോഷണലിനെ കൊണ്ടുപോയിട്ട് കൊലപാതകം ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്ത് പറഞ്ഞാലും കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. അതുകൊണ്ട് കൂടുതൽ കാശ് ചെലവാക്കിയിട്ട് നമ്മൾ എങ്ങനെ പോകുന്നു, പക്ഷെ റിസൾട്ട് ഒന്നും അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ പോഷകങ്ങൾ ശരിയായിട്ട് കഴിച്ച് ശരീരത്തിലെ പോഷകക്കുറവ് നികത്തിയാൽ കിട്ടാൻ പോകുന്ന റിസൾട്ട് വളരെയധികം തന്നെയായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കിക്കൊള്ളുക, ഉൾക്കൊള്ളുക, അതെല്ലാം വളരെ വിദൂരമായി പോയതുകൊണ്ടാണ് പ്രശ്നങ്ങൾ. ഓക്കെ, സൈഡ് എഫക്ട്സ് ഓഫ് അനീമിയ. ഇപ്പൊ അനീമിയ എന്ന് പറയുന്നു, രക്തക്കുറവെന്ന് പറയുന്നു, ഇതൊക്കെ നമ്മൾ പലതും പറഞ്ഞുകൊണ്ട്. പക്ഷെ അതെന്താണ്, എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ ഇത് കൊടുത്തും അല്ലേ. അപ്പോ ഒരു വ്യക്തി അനീമിക് ആയി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പം പെൺകുട്ടികളാണെങ്കിലും വളർച്ച ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ അഡോളസൻസ് പീരീഡിലാണെങ്കിൽ അവർക്ക് അവരുടെ വളർച്ചയിൽ മുരടിപ്പുണ്ടാവും. ഓക്കെ, അത് ഫിസിക്കലി ആവാം, മെന്റലി ആവാം. ജനറ്റിക്കലി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ജനറ്റിക്കലി ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ എല്ലാവരും ഒരു ഹൈറ്റ് ഒന്നും വലിയ ഹൈറ്റ് ഇല്ലാത്തവർ, തീരെ ഡ്വാഫ് ആയി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. വലിയ ഹൈറ്റ് ഒന്നുമില്ല, ഒരു സാമാന്യ ഒരു മോഡറേറ്റ് ഹൈറ്റ് ഉള്ള കുടുംബമാണെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശാരീരികമായിട്ട് ആ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയെങ്കിലും അവിടെ കാണിക്കട്ടെ, അതുണ്ടാവില്ല. അതേപോലെ മാനസിക അവസ്ഥ അതും അങ്ങനെയാണ്. അപ്പൊ അത് അനീമിക് ആയിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ അത് വല്ലാതെ അവിടെ ബാധിക്കും. രണ്ടാമത്തത്, ശ്വാസമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് 2 കാരണമുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം അമിതമായിട്ടുള്ള കൊഴുപ്പ്, ഫാറ്റ് കണ്ടന്റ് വളരെയധികം പെൺകുട്ടികൾ. ബേസിക്കലി നാച്ചുറലി ഫാറ്റ് ഡിപ്പോസിഷൻ പെൺകുട്ടികൾക്കും സ്ത്രീകളും ഉണ്ടാവുന്നതാണ്, നാച്ചുറലി. പക്ഷേ അത് ഓവറായി പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ജങ്ക് ഫുഡും അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം പിന്നെ പോഷകങ്ങളുടെ കുറവ് കൊണ്ട് കൊഴുപ്പ് വല്ലാതെ പറ്റും. അപ്പൊ കൊഴുപ്പ് ഒരു ഭാഗത്ത് കൂടുന്നു, മറുവശത്ത് അവർക്ക് വേണ്ട രക്തത്തിന്റെ അളവ് കുറയുമ്പോൾ ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്, അതൊന്ന്. പിന്നീടുള്ള ഡിസീനസ്, കാരണം രക്തം തന്നെ കുറവാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ബ്രെയിനിന് വളരെയധികം രക്തം വേണ്ടതാണ്. അപ്പൊ ബ്രെയിനിലേക്ക് രക്തം വേണ്ട അളവിൽ എത്തുന്നില്ല. അപ്പൊ വല്ലാതെ തല കറക്കമുണ്ടാവും. പല സ്ത്രീകളും പറയുന്നത് വല്ലാതെ തല കറങ്ങുന്നുണ്ട് സാർ, തല ചുറ്റില. അതിന്റെ കാരണം ബേസിക്കലി ഈസ് ദാറ്റ് യു ലാക്ക് ബ്ലഡ്, അതാണ് പറയുക. അപ്പൊ രക്തം എത്തുന്നില്ല. അത് മാത്രമല്ല ശരീരത്തിൽ ഓക്സിജൻ കുറവാണ്. ഒന്ന് രക്തവും കുറവ്, ഓക്സിജനും കുറവ്. അപ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ
ഈ രക്തത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക ഓക്സിജൻ. അപ്പോൾ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഓക്സിജൻ കുറവ്, ഇനി ഓക്സിജൻ ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള രക്തവും കുറവ്. പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. പിന്നെയുള്ള തലവേദനയായിരിക്കും. കാരണം ബ്രെയിനിലേക്ക് ശരിക്ക് രക്തം എത്തിയിട്ടില്ല. അതുകൊണ്ട് തലവേദനയും തലകറക്കമൊക്കെ സർവ്വസാധാരണയാണ്. പിന്നെ മുടി വല്ലാതെ കൊഴിഞ്ഞു, അവിടെ പ്രോട്ടീനേ ഇല്ല, സോ മുടി വല്ലാതെ കൊഴിഞ്ഞു. ഓക്കെ. പിന്നെ രക്തം കുറവായതുകൊണ്ട് ശരീരത്തിൽ പോഷകങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മുടിക്കുള്ള പോഷകം എത്തിയിട്ടില്ല അവിടെ, സോ മുടി എന്തായാലും കൊയ്യു. പിന്നെ സ്കിൻ ബിക്കംസ് ഡ്രൈ. അതാണ് പ്രായത്തിനേക്കാളും വളരെയധികം പ്രായം തോന്നിക്കുന്ന തരത്തിലുള്ള ചർമ്മമായി മാറുക എന്നത്. അതായത് ഒരു 10-20 വയസ്സേ കാണത്തുള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 40 വയസ്സിന്റെ അവസ്ഥയാണ് ചർമ്മം കണ്ടാൽ തോന്നുന്നത്. അബ്സല്യൂട്ട്ലി ഡ്രൈ, യാതൊരു തിളക്കവുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എത്ര ബാഹ്യ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്താലും ആ റിസൾട്ട് ശാശ്വതമായിരിക്കില്ല എന്നുള്ളത്. സോ സ്കിന്നിനെ ആദ്യം നന്നാക്കണം. ഓക്കെ, സ്കിന്നിനെ നന്നാക്കിക്കൊണ്ട് നിങ്ങൾ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അസാമാന്യ റിസൾട്ട് ആയിരിക്കും. ഇല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ കോസ്മെറ്റിക്സിനെയും ചീത്ത വിളിക്കാൻ തുടങ്ങും. ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് പോരാ കേട്ടോ. അതെങ്ങനെയാ പോരാ? നമ്മൾ പോരാന്നാരും പറയാറില്ലല്ലോ. ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് പോരാ, കാരണം നമ്മൾ പോരാ. ഇതേപോലെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് പോരാ, കാരണം നമ്മൾ പോരാ. പക്ഷെ നമ്മൾ പോരാന്നാരും പറയും. കോസ്മെറ്റിക് മോശമാണ്, ആ കമ്പനിന്റെ സാധനം ശരിയല്ല, ഇവരുടെ പ്രോട്ടീൻ ഗുണമില്ല, ഇങ്ങനെ പറയും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് അനിമിക് ആണെങ്കിൽ, പക്ഷെ പ്രഗ്നൻസി ആവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നല്ലത്. പ്രഗ്നൻസി ആയിട്ടില്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ പ്രഗ്നൻസി ആയാൽ ബുദ്ധിമുട്ട് മാത്രമേ കാണൂ. അതുകൊണ്ട് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ശരിയായിട്ട് കൂട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളുടെ ആവശ്യകത മാറുന്നു, പോഷകങ്ങളുടെ അളവ് മാറുന്നു, പോഷകങ്ങളുടെ കണക്ക് മാറുന്നു. അതനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ട് അവർക്കത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൂടുതൽ അനാരോഗ്യതയിലേക്ക് എത്തുന്നു. ഇനി മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയാൽ സ്ത്രീകളിൽ കാണുന്ന വേറൊരു സംഭവമാണ് ഹാർമോൺ വ്യതിയാനം. അപ്പൊ ഈ ഹോർമോൺസ് വല്ലാതെ ചേഞ്ച് ആവുന്നു, വലിയ വലിയ വ്യത്യാസങ്ങൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ഹോർമോൺ വ്യതിയാനം വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇതിപ്പോ ഞാൻ ഹോർമോൺ ചേഞ്ച് അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനം എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യം ശരിക്കും പിടികിട്ടില്ലാന്നിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ അനീമിക എന്ന് പറയുമ്പോൾ കുറെ ലക്ഷണങ്ങൾ കാണിച്ചപ്പോൾ ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പല ആൾക്കും തോന്നിയേക്കാം, അയ്യോ ഇതിൽ ഞാനും പെട്ടിട്ടുണ്ടാവും, കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പൊ ഇനി വ്യതിയാനം ഓഫ് ഹാർമോൺ ചേഞ്ച് എന്നാണ്. ഒന്ന്, ഫ്രീക്വന്റ് മൂഡ് ചേഞ്ച് ആയിരിക്കും. ഓരോ മിനിറ്റ് വെച്ച് സ്വഭാവങ്ങൾ മാറിക്കും. ഇപ്പം കാണുന്ന മൂടായിരിക്കില്ല അടുത്ത അരമണിക്കൂർ കഴിഞ്ഞാൽ, എന്നാൽ അടുത്ത അരമണിക്കൂർ കഴിഞ്ഞാൽ മൂടായിരിക്കില്ല പിന്നീടുള്ള അരമണിക്കൂർ കഴിഞ്ഞാൽ. ചില ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ദേഷ്യം കാണിക്കും, പെട്ടെന്ന് ഇറിറ്റേഷൻ ആയിരിക്കും, പിന്നെ അവസാനം അട്ടച്ച് ബഹളം വെച്ച് കഥകിനൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരു പരുവത്തിലാക്കും. കയ്യിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് മൂഡ് വ്യതിയാനം. ഓക്കെ, ദാറ്റ്സ് ഫ്രീക്വന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് ദേഷ്യത്തിലേക്ക് പോകും, പിന്നെ ആങ്സൈറ്റിയിലേക്ക് പോകും, വളരെ വ്യാകുലപ്പെടും, പിന്നെ സ്ട്രെസ്, സമ്മർദ്ദത്തിലേക്ക്. ഇതെല്ലാം ഒരുമിച്ച് കൂടിയെങ്കിൽ വരും. അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടേ. പിന്നെ ഇറിറ്റബിലിറ്റി, വല്ലാതെ ഇറിറ്റേഷൻ തോന്നും. എവിടെയെങ്കിലും ഒരു ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ ആ വേദനക്കുള്ള പരിഹാരം നോക്കുന്നതിനേക്കാളും ആ വേദനയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ആങ്കർ അല്ലെ ദേഷ്യം അത് മറ്റുള്ളവരേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു ചിന്ത. അപ്പൊ നമ്മൾ ചുമ്മാ ഈ വേദന അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റാച്ച് കൊണ്ടെന്ന കാര്യം ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ അതാ ചെയ്യുക. നമ്മൾ വല്ലാതെ ദേഷ്യം കാണിച്ച് ഇറിറ്റേഷൻ കാണിക്കും. പ്രശ്നം എന്താ? വേദന ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് അവസാനിച്ച പോലെ ശാന്തതയിലേക്ക് പോകും. അന്നേരമാണ് വല്ലാതെ സങ്കടപ്പെടുക. ഞാൻ എന്തിനാ ഇത്രയും നേരം ഇതൊക്കെ കാണിച്ചു വെച്ചത്? എന്തിനു ചെയ്തു? എന്തായിരുന്നു ഇതിന്റെ കാരണം? ഹോർമോൺ ചേഞ്ച് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇത് ഓരോ സ്ത്രീകളും പെൺകുട്ടികളും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് ഓരോ പുരുഷനും ആൺകുട്ടിയും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എല്ലാവരും ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് ഓരോ ദിവസവും അഗ്രിവേറ്റ് ചെയ്തു. കാരണം ഒരാള് ഒന്ന് ചൂടാവുമ്പോൾ മറ്റേ ആള് 2 തരം ചൂടാവും, പിന്നെ ചൂടാവും,
പിന്നെ ചൂടാകും. അങ്ങനെ വീട്ടിൽ കുടുംബത്തിൽ മൊത്തം ചൂടാകും. അടിപിടി ബഹള. പക്ഷെ ഇതിനൊക്കെ കാരണം എന്തായിരുന്നു? സിമ്പിൾ ആയിട്ടുള്ള ചില കുറവുകളാണ്. അതൊക്കെ ഞാൻ വരുത്തി നിർത്താനല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കണം. എവരിബഡി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, അവസാനം പോകുന്നതായിരുന്നു ഇവിടുത്തെ ഡിപ്രഷൻ. ഇത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ സൊസൈറ്റിയിൽ ഡിപ്രസ്ഡ് ആണ്. അതിന് മാനസിക ആരോഗ്യ കേന്ദ്രം തുറന്നിട്ടുണ്ട്. അവിടെ പോകുന്നു, വീണ്ടും മരുന്ന് കഴിക്കുന്നു, എന്നിട്ട് മാറിയും, എന്നിട്ട് ഈ പ്രശ്നങ്ങൾ മാറി. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഡിപ്രഷൻ മാറാൻ പോഷകങ്ങൾ വളരെയധികം സഹായിക്കുമെന്ന്. പിന്നെ പഠിക്കുന്ന കുട്ടികളാണ്, ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ. സോ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു കോൺസെൻട്രേറ്റ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞോ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. ഓൾ ദിസ് ക്രിയേറ്റ്സ് പ്രോബ്ലം. സാധാരണഗതിയിൽ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഹെക്ടിക് ലൈഫ് സ്റ്റൈലാണ്, എല്ലാം മാറി, എവരിബഡി ഈസ് ബിസി, റൈറ്റ്? അപ്പോ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പെൺകുട്ടിയായാലും ശരി, സ്ത്രീ ആയാലും ശരി. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ടെന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനത്തെ പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ആ കുറച്ച് ദിവസമെങ്കിലും ഒരു 4-5 ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റുക. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നല്ലല്ലോ. ഇപ്പൊ ദർ ഇസ് നോ അതർ വേ. ആ റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം മാറി. പണ്ടത്തെ പോലെ 4-5 ദിവസം റിലാക്സ് ചെയ്ത് ഒന്നും ചെയ്യേണ്ട, റൂമിൽ തന്നെ ഇരുന്നാൽ മതി, എവറിത്തിങ് വിൽ ബി ബ്രോട്ട് ഹിയർ എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടമല്ലേ. കാരണം എന്താ വെച്ചാൽ എല്ലാ പെൺകുട്ടികളും ബിസിയാണ്. സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു. വെറും സ്കൂളും കോളേജിൽ മാത്രമല്ല പോകുന്നത്, ഇതിന്റെ പുറമെ ട്യൂഷന് പോകുന്നു, ഇതിന്റെ പുറമെ ചില കലാപരിപാടി ഉള്ള ആൾക്കാർ കലാപരിപാടിക്ക് പോകുന്നു, ചില ആൾക്കാർ സ്പോർട്സിലുള്ളവർ സ്പോർട്സിലേക്ക് പോകുന്നു. സോ ദേ ആർ ആബ്സല്യൂട്ട്ലി ബിസി. അതുകൊണ്ട് അവർക്ക് 1-2 ദിവസം ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്നത്. ഇനി പെൺകുട്ടികൾ വളർന്ന് ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ again there is no other go. Every day they need to be there, അല്ലേ? അവർ കമ്പനിയുടെ മാനേജറായ ചില വലിയ വലിയ കമ്പനിയുടെ CEO പോലും പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. അപ്പൊ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. ഇൻഫാക്ട് ഒരു ആഴ്ച ലീവിൽ എടുത്ത് പോകാൻ പറ്റും, ഒരു ദിവസം പോലും പറ്റാത്ത. സോ ദേ നീഡ് ടു ബി ആക്റ്റീവ് ത്രൂ ഔട്ട് ദ ഡേ അറ്റ് വർക്ക്. ഇപ്പൊ ചില സമയം പണി എന്നൊക്കെ പറയുന്നത് 9 to 5 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ CEO പോലത്തെ ഒരു ലേഡി, ഒരു CEO ആണ് ശരി, അവർക്ക് നല്ല പറഞ്ഞ 9 to 5 9 മണിക്ക് ഞാൻ കഥ തുറക്കത്തുള്ളൂ, 5 മണിക്ക് ഞാൻ കഥ പൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, അല്ലേ? നോ. അവര് ചില സമയം രാവിലെ ഏർലി മോർണിംഗ് വരും, ലേറ്റ് നൈറ്റ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പണി ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ഇസ് അനദർ ബിഗ് പ്രോബ്ലം. സോ ദേ ഓൾസോ ഹാവ് ടു വർക്ക് അറ്റ് ഹോം. അത് മാത്രമല്ല, ഈ പറയുന്നത് ഓഫീസിലോ അല്ലെങ്കിൽ അവിടെ മാത്രം ചെയ്താൽ മതിയോ? തിരിച്ച് വീട്ടിൽ വന്നാല് വീട്ടുജോലികൾ ഉണ്ടാവും. സോ ബേസിക്കലി നമ്മളുടെ ഒരു സമൂഹത്തിൽ കൂടുതൽ ആരോഗ്യത്തോടെ നിൽക്കേണ്ടതും കൂടുതൽ ആരോഗ്യം വേണ്ടതും സ്ത്രീകൾക്കാണ്, പെൺകുട്ടികൾക്കാണ്. പക്ഷെ അതിനെ പറ്റിയിട്ട് ഉള്ള ഒരു തിരിച്ചറിവ് വളരെ കുറവാണ്. അതുകൊണ്ട് ഏത് സമയത്തും അവര് വീക്കായി കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് ഒരു കുടുംബത്തിലും ഒരു ഓഫീസിലും സൊസൈറ്റി എല്ലാത്തിനും പറ്റും. അപ്പോ കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതിനെ എത്രമാത്രം നമ്മൾ അവരെ സഹായിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ അറിയാൻ പാടില്ല. പക്ഷെ വൺ തിങ് ഇസ് വെരി വെരി ഷുവർ, അതെല്ലാവരും അത് ശ്രദ്ധിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. സമൂഹത്തിന് ഏറ്റവും അധികം സമയം പണി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മൾട്ടി ആയിട്ട് ചെയ്യുന്നത്, മൾട്ടി ഫെസറ്റഡ് പേഴ്സണാലിറ്റീസ് എന്നൊക്കെ പറയും നമ്മൾ, ഒന്നിൽ കൂടുതൽ പ്രവൃത്തി ചെയ്തു പോകുന്നത് സ്ത്രീകൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതൊക്കെ ഒരു സ്ത്രീ ഒരു സമയത്ത് അമ്മയാണ്, ഒരു സമയത്ത് മകളാണ്, ഒരു സമയത്ത് ഓഫീസിലെ മാനേജറാണ്, ഒരു സമയത്ത് എല്ലാം ചുരുങ്ങി കഴിഞ്ഞിട്ട് ഒരു വേറെ എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക്, വീട്ടിൽ സ്വന്തമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ ഡിഫറെന്റ് റോൾ ഷീ ആക്ച്വലി പ്ലേസ്. ഇപ്പൊ ഓഫീസിലെ മാനേജർ ആണെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നാലും പിന്നെ ഭാര്യയായി, അമ്മയായി, മകളായി. സോ അവിടെയും ഓഫീസിന്റെ ബോസായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പുരുഷനെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നു, ഇന്ന് വല്ലാതെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, വല്ലാതെ ക്ഷീണിച്ചു പോയി, ഞാൻ അല്പം റെസ്റ്റ് ചെയ്യട്ടെ, ഭക്ഷണമായി ആയിരുന്നു വിളിക്കണം. പക്ഷെ ഭക്ഷണം അങ്ങനെയാവും. ദാറ്റ്സ് അനദർ പ്രോബ്ലം. അപ്പൊ ഈ ലേഡി ഒരു മാനേജർ ആണെങ്കിലോ, ആ ലേഡി അങ്ങനെ പറഞ്ഞാലോ മൊത്തം ഫാമിലി തന്നെ അപ്സെറ്റ് ആയി. സോ ഒരു കാര്യം മനസ്സിലാക്കണം, ആരോഗ്യം സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പുരുഷനില്ല എന്നല്ല, പക്ഷെ എന്നാലും ഒരു പടി മുന്നോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം ന്യൂട്രിചാർജ് മാനിലെ ഉള്ള പോഷകങ്ങളുടെ അളവും ന്യൂട്രിചാർജ് വിമനിലെ പോഷകങ്ങളുടെ അളവും തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ് ഇറ്റ്സെൽഫ് ടെൽസ്
Okay. Okay. So therefore it is necessary to pay more attention to their nutritional needs. എന്താണ് their എന്ന് പറഞ്ഞിരിക്കുന്നത്? അവരുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും. അപ്പൊ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യത്തിനും അല്ലെങ്കിൽ പോഷകങ്ങളുടെ ആവശ്യകതയ്ക്കും കൂടുതൽ ശ്രദ്ധ നമ്മൾ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും നൽകണം എന്നുള്ളത് അത്യന്താപേക്ഷികമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതൊരു പ്രോഗ്രാം വരുന്ന സമയത്ത് സ്ത്രീകളെയും പെൺകുട്ടിയെയും കൂട്ടി തന്നെ വരണം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ എത്ര പറഞ്ഞാലും ചില സമയം സ്വീകരിക്കില്ല. ഇല്ലെങ്കിൽ അവർ പറയുമോ ഇതൊക്കെ എത്രയോ ഉള്ളൂ. കാരണം ഇന്നും രാവിലെ ഞാൻ ഒരാളെ കണ്ടു, സർ വൈഫിന് ഇങ്ങനത്തെ ചില പ്രോബ്ലം ഉണ്ട്, പക്ഷെ അവര് ഞാൻ ചോദിച്ചു നമ്മൾ എന്തെങ്കിലും കഴിക്കാറുണ്ടോ? എന്താ ചെയ്യുക സർ, സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, കഴിക്കണ്ടേ. ഞാൻ ഉള്ള സമയത്ത് എങ്ങനെയൊക്കെയോ കഴിപ്പിക്കും, എല്ലാ സമയത്ത് കഴിക്കത്തില്ല. അപ്പൊ ഈ ഒരു അവബോധം നമ്മൾ അവർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So every girl and every lady should understand what is nutrition and what is the need for them. Very, very important. So അതിന് അവരെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷകങ്ങൾ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോട്ടണിക്കൽസ് ആവശ്യം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. കാരണം ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഫാസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വളരെ സ്ലോലി ആയിട്ട് എടുക്കുന്നത്, സോ ദാറ്റ് നിങ്ങൾക്ക് എഴുതാനും പറ്റും, മനസ്സിലാക്കാൻ. ഇനി ഈ സ്പെഷ്യൽ ബൊട്ടാനിക്കൽസും ഈ സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയ സാധനങ്ങൾ കൊടുത്താല് അവർക്ക് പ്രീ മെൻസ്ട്രുവൽ പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് ആർത്തവം വരുന്നതിന്റെ മുന്നേ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, അതിൽ കൂടെ പെയിൻ ഉണ്ടാകുക, അമിതമായിട്ട് വിശപ്പ് വരിക, അല്ലെങ്കിൽ മുഖത്ത് കുരുകൾ ഉണ്ടാകുക, ബ്രസ്റ്റ് വല്ലാതെ പെയിൻ ചെയ്യുക, അടിവയറ് വല്ലാതെ വേദനിക്കുക, അതുപോലെ രണ്ട് തൈകളുടെ ഉൾഭാഗം വല്ലാതെ വേദനിക്കുക, ഇതെല്ലാം പ്രീമെൻസ്ട്രൽ പെയിന്റെ ഭാഗം തന്നെയാണ്. ചില സമയം പ്രീമെൻസ്ട്രൽ പെയിൻ ആയിരിക്കും, മെൻസ്ട്രൽ പീരീഡ് സമയത്ത് തുടർന്നുകൊണ്ടേയിരിക്കും, കുറച്ച് കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഏറ്റവും ചെയ്യുന്നത് എന്താ പറയുക, നേരെ പോയിട്ട് വേദന സംഹാരികൾ മേടിച്ചു കഴിക്കും, പെയിൻ കില്ലേഴ്സ്. അപ്പൊ ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ ഇതിന് പരിഹാരമല്ല കിട്ടുന്നത്, അത് ശരീരത്തിനെ കൂടുതൽ വീക്ക് ആക്കുക ചെയ്യുന്നത്. അതെല്ലാ സ്ത്രീകളും പെൺകുട്ടികളും മനസ്സിലാക്കി വെക്കണം. കേൾക്കുന്ന പുരുഷന്മാരും ഇത് മനസ്സിലാക്കണം. വേദന സംഹാരികൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും കൊണ്ട് അമിതമായിട്ട് കഴിപ്പിക്കുന്നത്. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ്, യൂട്ടറൈൻ ഇറിറ്റേഷൻ. യൂട്ടറൈൻ ഇറിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ പോഷകം കൊടുത്തിട്ട് ശരിയാക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോട്ട് വാട്ടർ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. റൈറ്റ്, ഇത് എത്ര സമയം ചെയ്യാൻ പറ്റും? ആജീവനാന്തം ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ആജീവനാന്തം വേദന സംഹാരി വെച്ചിരിക്കാൻ പറ്റും. ഇതൊക്കെ അതിന്റെയൊക്കെ പാർശ്വഫലങ്ങൾ വരെയാണ്. അപ്പൊ നമുക്ക് ആരോഗ്യമുള്ള ചർമ്മം വേണം, അല്ലേ? അപ്പൊ അനാരോഗ്യമുള്ള ചർമ്മമാണ്, പ്രായം തോന്നിക്കുന്നു, ഡ്രൈ ആണ്, റിങ്കിൾഡ് ആണ്, മടക്കുകൾ ഇങ്ങനെ വന്നതാണ്. അതുപോലെ വളരെയധികം ഗ്ലോ ഉള്ള ചർമ്മമായിരുന്നു, പക്ഷെ ഇപ്പം തീരെ ഗ്ലോ ഇല്ല, അപ്പം ആ തിളക്കമില്ല അധികം. സോ ഇത് എല്ലാം മാറണമെങ്കിൽ, അതായത് പ്രീമെൻസ്ട്രൽ പെയിൻ മാറണമെങ്കിൽ, യൂട്ടറൈൻ ഇറിറ്റേഷൻ മാറണമെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള സ്കിൻ ലഭിക്കണമെങ്കിൽ, അതേപോലെ തന്നെ മെന്റൽ ആക്ടിവിറ്റി പെർഫെക്റ്റ് ആയി പോകണമെങ്കിൽ, ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും മെന്റൽ ആക്ടിവിറ്റി വിൽ ബി അബ്സല്യൂട്ട്ലി വീക്ക്. ചിന്തിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പോകുക. അതുമാത്രമല്ല, ബ്രെയിൻ ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ക്ഷീണിച്ചു പോവുക, ഉറക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ രോഗപ്രതിരോധ ശക്തി കൂട്ടുകണം. അതേപോലെ ടു കീപ് വിമൻ യങ്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അതിനർത്ഥം പുരുഷന്മാർ യങ്ങായി നിൽക്കേണ്ടതല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ സ്ത്രീകള് പെട്ടെന്ന് തന്നെ പ്രായം തോന്നിക്കപ്പെട്ടു പോകും. റൈറ്റ്, അതുകൊണ്ടാണ് അവരുടെ ശരീരം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കീപ് ദം യങ് ഫോർ എ ലോങ് ടൈം ഈസ് നെസസറി. അപ്പൊ ആ ഓരോ പെൺകുട്ടിയെ സ്ത്രീയെയും അവരെ പ്രായത്തിനേക്കാളും പുറകോട്ട് വലിച്ചിട്ട് കുറെ അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പോകണം. സോ ദേ ഷുഡ് റിമെയിൻ യങ് ഫോർ എ വെരി ലോങ് ടൈം. അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ അവരെ യങ് ആയിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയാൽ അവരെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും അവരെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. റൈറ്റ്, സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു നീഡ് ടു കീപ് വുമൺ ആബ്സല്യൂട്ട്ലി യങ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് പണ്ടൊക്കെ ഈ വിവാഹം നടത്തുമ്പോൾ പെൺകൊച്ചിന്റെ പ്രായം കുറവും പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ പ്രായം അല്പം കൂട്ടി വെച്ചത്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ആ ഒരു വ്യത്യാസം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിരിക്കും എന്ന് തോന്നുന്നു. ദെൻ ടു സ്റ്റേ ആക്റ്റീവ് ന്യൂട്രീഷൻ ഇസ് റിക്വയർഡ്. പിന്നെ ഇതിനെല്ലാം തന്നെ
ആക്റ്റീവായി നിൽക്കാനും ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ ന്യൂട്രീഷൻ ഇസ് റിക്വയർഡ്. പോഷകങ്ങളില്ലാതെ യാതൊരു രക്ഷയില്ല. ബാക്കി എന്ത് തലകുത്തനെ നിന്ന് കഴിഞ്ഞാലും യു വിൽ നോട്ട് ബി സേവ്ഡ്. രക്ഷ ഉണ്ടാവില്ല. പോഷകങ്ങളുടെ കുറവ് നമ്മളെ വലിച്ചു വലിച്ചു പുറകോട്ടേക്ക് തന്നെയാണ് കൊണ്ടുപോകുക. അപ്പോ പോഷകങ്ങളുടെ കുറവ് ശരീരത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കണം. സോ ദർ ആർ സം ഇമ്പോർട്ടന്റ് RDS ഫോർ വുമൻ. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടൊന്നും പറയുന്നില്ല. മെയിൻ ആയിട്ട് പറയുന്നത് അയൺ തന്നെയാണ്. കാരണം ഹീമോഗ്ലോബിന്റെ കുറവ് സ്ത്രീകളിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ മാസവും മെൻസ്ട്രൽ പീരീഡിൽ കൂടെ ബ്ലീഡിങ് നടക്കും. അപ്പൊ രക്തത്തിൽ കൂടെ അയൺ പോകും, റൈറ്റ്? അപ്പോൾ ഒരു പ്രാവശ്യം മെൻസ്ട്രുവേഷൻ ചെയ്യുമ്പോൾ 1.8 ml ആണ് ആരോഗ്യമായിട്ടുള്ള സ്ത്രീ. ആരോഗ്യമായിട്ടുള്ള സ്ത്രീ മെൻസ്ട്രുവേഷൻ ചെയ്യുമ്പോൾ 1.8 ml ബ്ലഡ് ആണ് പോകുക. അനാരോഗ്യമാകുമ്പോൾ ചില സമയം കൂടുതൽ പോകും, ചില സമയം തീരെ പോകത്തില്ല. പക്ഷെ ആരോഗ്യമുള്ളത്, അപ്പൊ ഈ 1.8 ml ബ്ലഡ് പോകുമ്പോൾ അതിലൊരു വലിയ ശതമാനം അയൺ തന്നെയായിരിക്കും. അപ്പൊ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരീഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയോ സ്ത്രീ ആയി കഴിഞ്ഞാൽ ഓരോ ദിവസവും ആ പെൺകുട്ടിയും സ്ത്രീക്കും വേണ്ട അയണിന്റെ അളവ് 21 മില്ലിഗ്രാമാണ്. 21 മില്ലിഗ്രാം അയൺ എല്ലാ ദിവസവും കിട്ടണം. ഇനി നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും, അവരുടെ വീട്ടിലെ പെൺകുട്ടികൾക്കും അവരുടെ വീട്ടിലെ സ്ത്രീകൾക്കും 21 മില്ലിഗ്രാം അയൺ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അഥവാ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവർ അടിമയാവും എന്നുള്ളത് യാതൊരു സംശയവും. ഓക്കെ, സോ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ന്യൂട്രിചാർജ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആബ്സല്യൂട്ട്ലി സ്പെഷ്യൽ സപ്ലിമെന്റ് ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ ന്യൂട്രിചാർജ് വിമൻ, റൈറ്റ്? ഇതുവരെ ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഒരു ലേഡിയുടെ ശരീരം, ഒരു പെൺകുട്ടിയുടെ ശരീരം, അതിൽ വരുന്ന വ്യതിയാനം, അതിന്റെ പ്രശ്നങ്ങൾ, അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം കൂടി ഒരു 3/4 മണിക്കൂർ ഞാൻ പറഞ്ഞു. പ്രൊഡക്റ്റിലേക്ക് ഞാൻ വന്നിട്ടില്ല. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും കൂടി നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കാണാം, നമുക്ക് കണ്ടുമുട്ടിയ ആൾക്കാരെ കാണാം, ഇല്ലേ നമുക്ക് തന്നെ ഉള്ള ആൾക്കാർ എന്നിട്ട് കാണാൻ. ഓക്കെ, ഇപ്പൊ ഒത്തിരി സാർ ഈ പറഞ്ഞൊക്കെ ഞാൻ എഴുതി വെച്ച് നോക്കുമ്പോൾ എന്തോ പല പ്രശ്നം എനിക്കുണ്ട്, എനിക്ക് പരിചയത്തിലുള്ള ആൾക്കാർക്കുണ്ട്, എനിക്കറിയുന്ന ആൾക്കാർക്കുണ്ട്, എന്റെ കുട്ടിക്കുണ്ട്, എന്റെ അമ്മക്കുണ്ട്, അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പൊ അങ്ങനെയുള്ള തോന്നലുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ ന്യൂട്രിചാർജ് 12 വർഷം മുന്നേ ഇറക്കിയ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് വുമൻ. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സങ്കടം തന്നെ, 12 വർഷം മുമ്പ് ന്യൂട്രിചാർജ് വുമൻ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്തു. അതിനുശേഷം ഒരു ദിവസം പോലും നമ്മൾ അത് ഇല്ലാതെയാക്കിയിട്ടില്ല, മാർക്കറ്റിൽ ഇല്ലാതെയാക്കിയിട്ടുണ്ടോ? അയ്യോ സാർ, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ന്യൂട്രിചാർജ് വുമൻ കിട്ടാനില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. 12 വർഷവും ന്യൂട്രിചാർജ് വുമൻ മാർക്കറ്റിലുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ടാറ്റ വന്ന് നോക്കിയപ്പോൾ 50% സ്ത്രീകളും അനിമിക്കാന്നാകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നമ്മൾ ഇത് ആരോടാ പറഞ്ഞിരിക്കും? നമ്മൾ ഇത് എത്ര ആളുടെ എത്തിച്ചിട്ടുണ്ട്? അതൊക്കെ പോട്ടെ, ആൾക്കാരോട് പറഞ്ഞോ അത് പോട്ടെ, ആൾക്കാർക്ക് എത്തിച്ചിട്ടുണ്ടോ അത് പോട്ടെ, ആൾക്കാരെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടോ അത് പോട്ടെ, നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കുക, മുടങ്ങാതെ കഴിക്കുക. അതിന് മാത്രം വിലയിരുത്തിയിട്ട് ആ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ സൈഡിൽ ഒരു ബോക്സ് ഇട്ടിട്ട് അതിൽ എഴുതി വെക്കുക ഇല്ല. ആ ഇല്ല എന്ന് വലിയ അക്ഷരത്തിൽ വന്നാൽ തന്നെ ഏറ്റവും വലിയ പാപം തുടങ്ങിയത് അവിടുന്നാണ് ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങുന്നത്. ബിക്കോസ് യു ഹാവ് നോട്ട് ടേക്കൺ, ഹൗ ക്യാൻ യു മേക്ക് അതേഴ്സ് ടു ടേക്ക്? നമ്മൾ കഴിക്കുന്നില്ല. പിന്നെ ചില ആൾക്കാർ ചില കാര്യങ്ങളായിട്ട് എന്റെ മുമ്പിൽ വരും. സർ, ആ ഗുളികയുടെ സൈസ് അല്പം ഒന്ന് വലുതായിപ്പോയി. ഓ, എന്നാ പിന്നെ ന്യൂട്രിചാർജ് വെജോമേഗ കുറെ കഴിക്കുന്നുണ്ടാവില്ല, തീരെ സൈസ് ചെറുതാണ്. എന്തൊക്കെ കാരണങ്ങളാണ് കണ്ടത്? There are so many reasons not to take, but there is only one reason to take. അപ്പൊ നിങ്ങൾ so many reason ആണെങ്കിൽ you are planning not to take the other, and you have got only one reason, then you are planning to take. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുക ആൾക്കാർ. വല്ലാതെ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ it is very sure that you are running away from that. അത് വേണ്ടെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഡയറക്റ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ കഴിക്കാനുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം ഉണ്ടാവും, എനിക്ക് ആരോഗ്യം വേണം, പക്ഷേ ഇങ്ങ് തന്നേരെ. ദാറ്റ്സ് ഇറ്റ്. സോ ന്യൂട്രിചാർജ് വുമൻ ഇസ് ദെയർ ഫോർ ദ ലാസ്റ്റ് 12 years, but still 50% of the girls and the women are anemic. അപ്പൊ നിങ്ങൾ ഓരോ വ്യക്തികളും സ്വമേധയാ വിലയിരുത്തുക, നെഞ്ചിൽ കൈവച്ചിട്ട്
പറയുക. ഇത് ഞാൻ കഴിക്കാറുണ്ടോ, ഞാൻ കഴിച്ചിട്ട് റിസൾട്ട് വന്നതുകൊണ്ട് ഞാൻ എത്ര ആളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, എത്ര ആളെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോ ന്യൂട്രിചാർജ് വിമനിലുള്ള പോഷകങ്ങളുടെ അളവാണിത്. ഇത് എന്തുകൊണ്ടും ന്യൂട്രിചാർജ് മാനിനേക്കാളും കൂടുതലാണ്. റൈറ്റ്, ന്യൂട്രിചാർജ് മാനിനേക്കാളും കൂടുതലായി. അപ്പോ അത് തന്നെ കാണിക്കുന്നതാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പോഷകങ്ങളുടെ അളവ് കൂടുതൽ വേണം. എന്നാൽ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, പെൺകുട്ടികളും സ്ത്രീകളുമാണ് ഏറ്റവും കുറവ് പോഷകങ്ങൾ കഴിയുന്നത്. അവിടെയാണ് സങ്കടം. ഒരു 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 നമ്മുടെ സമൂഹം വളരണമെങ്കിൽ, ഒരു കുടുംബം വളരണമെങ്കിൽ അവിടെയുള്ള പെൺകുട്ടിയും അവിടെയുള്ള സ്ത്രീക്കും ആരോഗ്യം. റൈറ്റ്, അടുത്ത ഒരു ജനറേഷൻ വേണമെങ്കിലും അവിടെ സ്ത്രീ ആരോഗ്യം. 50 എസൻഷ്യൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള, 50 അത്യാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ന്യൂട്രിചാർജ് വിമൻ. അതിൽ 13 വൈറ്റമിൻസ്, 13 മിനറൽസ്. അത് പിന്നെ എല്ലാ അഡൽറ്റിനും വേണം. അത് ICMR അല്ലെങ്കിൽ WHO പറഞ്ഞ സാധനത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. സോയിസ് അത് ഇതിലുണ്ട്. 13 ഫ്രൂട്ട് ബ്ലെൻഡ്, 13 ഫ്രൂട്ട്സിന്റെ സത്തുകളാണുള്ളത്. 6 ബൊട്ടാനിക്കൽസ്, 5 അമിനോ ആസിഡ്സ്. ഇതെല്ലാം കൂടിയിട്ടാണ് ന്യൂട്രിചാർജ് വിമൻ. ഓക്കെ, ആ 13 വൈറ്റമിൻസ് അറിയാം നിങ്ങൾക്ക്. എല്ലാ ബി കോംപ്ലക്സും ഉണ്ട്. പിന്നെ വൈറ്റമിൻ A, വൈറ്റമിൻ C, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. ശരീരത്തിന്റെ മെറ്റാബോളിസത്തിന് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും ഉണ്ട്, ബി കോംപ്ലക്സും ഉണ്ട്. സോ യു ആർ ഗെറ്റിംഗ് ഓൾ ദ 13 വൈറ്റമിൻസ് വിച്ച് ഇസ് റിക്വയർഡ് ഓൺ എ ഡെയിലി ബേസിസ്. എല്ലാ ദിവസവും കിട്ടേണ്ട 13 തരം വൈറ്റമിൻസ് ന്യൂട്രിചാർജ് വിമൻ കഴിക്കുമ്പോൾ ആ പെൺകുട്ടിക്കും സ്ത്രീക്കും കിട്ടും. അതുപോലെ തന്നെ 13 മിനറൽസും കിട്ടും. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർ, പുരുഷനായാലും ശരി സ്ത്രീയായാലും ശരി, ഈ പറയുന്ന 13 വൈറ്റമിൻസ്, ഈ പറയുന്ന 13 മിനറൽസും ആ വ്യക്തിയുടെ ശരീരത്തിൽ ഇല്ല എന്ന്. ബഹുഭൂരിപക്ഷം ഞാൻ പറഞ്ഞു, എല്ലാവർക്കും നല്ല പറഞ്ഞു. ബഹുഭൂരിപക്ഷം വളരെ കുറച്ച് അളവിൽ ആൾക്കാർക്ക് ഇതൊക്കെയുള്ളൂ. അവർക്ക് കറക്റ്റ് ആയിട്ട് സപ്ലിമെന്റ് ചെയ്ത് ആ കുറവ് നികത്തുന്നുണ്ടാവും. ഓക്കെ, പിന്നെ 6 ബൊട്ടാനിക്കൽസ്. 6 ബൊട്ടാനിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സാമഗ്രികളാണ്. ഔഷധ സസ്യങ്ങൾ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ചെടികളോ പൂക്കളോ കായകളോ. അതിലൊന്നാണ് ഈവനിങ് പ്രിംറോസ്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്, ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട്, ല്യൂട്ടീൻ, ലൈക്കോപിൻ. ഇതൊക്കെയാണ് എന്താണ് ഒരു സ്ത്രീക്ക് ചെയ്യാന്നൊക്കെ ഞാൻ പിന്നീട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ കാണും, പുരുഷന്മാരിൽ ന്യൂട്രിചാർജ് മാനിൽ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈവനിങ് പ്രിംറോസ്, രണ്ടാമത്തെ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്, ഓക്കെ, ഫ്ലാക്സീഡ് മുതലാതില്ല. ഇതെന്താണ് ഞാൻ അല്പം മുന്നോട്ട് പോയതിനു ശേഷം പറയാം. ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിലും, പക്ഷെ അവിടെ ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ് വെച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ വാട്ട് ആക്ച്വലി ഇറ്റ് ഡസ്. Now, how is it different from ന്യൂട്രിചാർജ് മാൻ? കഴിഞ്ഞ ആഴ്ച ഞാൻ ന്യൂട്രിചാർജ് മാൻ പറഞ്ഞു. അപ്പൊ ന്യൂട്രിചാർജ് മാനും ന്യൂട്രിചാർജ് വിമൻ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിലുള്ള അയണിന്റെ കണ്ടന്റ് തന്നെയാണ്. ന്യൂട്രിചാർജ് മാനിൽ 10 മില്ലിഗ്രാമേ ഉള്ളൂ, ന്യൂട്രിചാർജ് വിമനിൽ 21 മില്ലിഗ്രാം. കാരണം പുരുഷന് 10 വേണ്ടു, സ്ത്രീകൾക്ക് 21 വേണം. അതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതെങ്കിലും ഒരു അയൺ അല്ല ചേർത്തിരിക്കുന്നത്, ഹൈ ക്വാളിറ്റി അയൺ ആണ് ചേർത്തിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തോന്നിയ അയൺ വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആയി ശരീരത്തിലേക്ക് പോകത്തില്ല, ഡിസിൻറ്റിഗ്രേഷൻ ശരിക്കും നടക്കത്തില്ല, അലിയത്തില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന അയണിനേക്കാളും ക്വാളിറ്റി വളരെ ഹൈ ആയിട്ടുള്ള ഒരു അയണാണ് ന്യൂട്രിചാർജ് വിമനിൽ ചേർത്തിരിക്കുന്നത്. അതാണ് ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ്. ഇവിടെ കാണാം, 2ാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്നത് ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ്. ഇത് ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ആണ്. അണ്ടർസ്റ്റാൻഡ്? യുണീക് സെല്ലിംഗ് പോയിന്റ് ആണ്. അപ്പോ ഇത് നിങ്ങൾ ന്യൂട്രിചാർജ് വിമൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയണം. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന അയൺ സൾഫേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന അയൺ ഫ്യൂമറേറ്റ് ആയിക്കോട്ടെ, അതൊന്നും ഇത്രയധികം പ്യോർ അല്ല, ഇത്രയധികം ക്വാളിറ്റി ഉള്ളതുമല്ല. അയൺ ഉണ്ടെന്ന് മാത്രം. പക്ഷെ ഇവിടെ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ഇസ് എ ഹൈ ക്വാളിറ്റി അയൺ. അത് പെട്ടെന്ന് ഡിസിൻഗ്രേറ്റ് ചെയ്ത് ശരീരത്തിൽ ബയോഅവൈലബിൾ ആകും. അത് പെട്ടെന്ന് അങ്ങനെ ആകുന്നത് കൊണ്ട് ഉദര സംബന്ധമായിട്ടുള്ള ഇറിറ്റേഷൻ, സ്റ്റമക്കിലേക്ക് വരുന്ന ആമാശയത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. രണ്ടാമത്തെ 13 ഫ്രൂട്ട് ബ്ലെൻഡ്, 13 തരം ഫലങ്ങളുടെ സത്ത് ന്യൂട്രിചാർജ് വിമനിൽ ചേർത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ
അത് ന്യൂട്രിചാർജ് ബാനിലില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമൻ റിലേറ്റഡ് ഇഷ്യൂസിനുള്ള 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഈവനിങ് പ്രിംറോസ് ആൻഡ് സ്റ്റാർ ഫ്ലവർ. അപ്പൊ അത് രണ്ടും ന്യൂട്രിചാർജ് വിമണിൽ മാത്രമേ ഉള്ളൂ, ന്യൂട്രിചാർജ് ബാനിലില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ബേസിക്കലി ടേക്സ് കെയർ ഓഫ് വിമൻ ഹെൽത്ത്. പിന്നെ നാലാമത്തത് ഇറ്റ് ഹാസ് ഗോട്ട് മോർ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാരണം സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനം വല്ലാതെ നടക്കുമ്പോൾ വൈറ്റമിൻ ഡി ഡിപ്ലീഷൻ നടക്കും. പിന്നെ സ്ത്രീകൾ അധികം വെയിൽ കൊള്ളാൻ താല്പര്യപ്പെടാത്തതായതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ അളവും കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ കാൽഷ്യത്തിന്റെ അളവും മഗ്നീഷ്യത്തിന്റെ അളവും ന്യൂട്രിചാർജ് മാനിനേക്കാളും അല്പം കൂട്ടി വെച്ചിട്ടുണ്ട്. റൈറ്റ്. പിന്നെ പ്രഗ്നൻസിയും കൂടി ആകുമ്പോൾ ഇത് രണ്ടിന്റെ അളവ് വല്ലാതെ വേണം. അതുകൊണ്ട് നമ്മൾ അവർക്ക് ഇത് 2 നേരം സജസ്റ്റ് ചെയ്യും. അപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകള് ന്യൂട്രിചാർജ് വിമൻ 1 കഴിച്ചാൽ മതിയാവില്ല, 2 കഴിക്കണം. പക്ഷെ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, സപ്ലിമെന്റേഷൻ ചെയ്യുമ്പോൾ, പോഷകങ്ങൾ കഴിക്കുമ്പോൾ ശരിയായ അളവിൽ വെള്ളം കുടിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് വിമൻ കഴിക്കുമ്പോൾ ശരിക്ക് വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ 21 മില്ലിഗ്രാം അയൺ നിങ്ങളുടെ ശരീരത്തിൽ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കത്തില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ വരാൻ സാധ്യത. അതുകൊണ്ടാണ് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. എന്താണ്? അവർക്കാണ് ആ സമയത്താണല്ലോ അവൾ കൂടുതൽ അയണും ഫോളിക് ആസിഡ് ഒക്കെ കൂടുതൽ കഴിക്കുന്നത്. അതിന് മുന്നേ അവർ കഴിക്കാറില്ല. അപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇത് ശരിക്കും ഡിസിൻഗ്രേഡ് ആയിട്ടില്ലെങ്കിൽ, ഇത് ശരീരത്തിൽ അലിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അത് സ്റ്റൂൾ വല്ലാതെ ടൈറ്റൻ ചെയ്ത് കളിക്കും. അപ്പോൾ എന്താ വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ആവും. അപ്പൊ ഒരു ഭാഗത്ത് പ്രഗ്നൻസിയും പിന്നെ കോൺസ്റ്റിപ്പേഷൻ കൂടി നടന്നാൽ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ന്യൂട്രിചാർജ് വുമൺ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. കാരണം മാർക്കറ്റിലുള്ള അദ്ദേഹം കഴിക്കുന്ന അയണൊക്കെ നിങ്ങൾക്കറിയാം അയൺ ഫ്യൂമറേറ്റോ സൾഫേറ്റോ ഒക്കെ ആയിരിക്കും, വിച്ച് ഈസ് നോട്ട് ദാറ്റ് പ്യൂർ. അത് ഇല്ലെങ്കിൽ അത് കഴിക്കാന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ നല്ലതുണ്ടെങ്കിൽ പിന്നെ വൈ ഷുഡ് വി ഗോ ഫോർ ദ ലോ വൺ, ഗോ ഫോർ ദി ബിഗ് വൺ, അല്ലെ? ഇനി നമുക്ക് ആ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സാധനം ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട്. ഓക്കെ, ഇത് മെൻസ്ട്രൽ പ്രോബ്ലത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നു, ബ്രസ്റ്റ് പെയിനിൽ നിന്ന് അകറ്റുന്നു. ഓക്കെ, അപ്പൊ ഈവനിങ് പ്രിംറോസ് ഇതാണ്. ഇവിടെ ബ്രസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ അത് അകറ്റുന്നു. എല്ലാവിധ തരം വേദനകളിൽ നിന്ന് നമുക്ക് പരിഹാരമാണ്. രണ്ടാമത്തത് ശരീരത്തിലെ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാക്കി വെക്കുന്നു, ലൂബ്രിക്കന്റ് ആക്കി വെക്കുന്നു. മൊത്തത്തിൽ ശരീരത്തിലെ നല്ല ലൂബ്രിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് സ്കിന്നൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. പിന്നീടുള്ളത് PCOD സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരാണ്. അമിതമായിട്ടുള്ള ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ പല 13 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും PCOD ആണ്. PCODയുടെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ജങ്ക് ഫുഡ് കഴിക്കുന്നതും. അപ്പൊ ആദ്യം നിർത്തേണ്ടത് അതാണ്. കൊഴുപ്പുള്ള സാധനങ്ങൾ കുറയ്ക്കുക. മൈദ, പാല്, അതേപോലെ മൈദ കൊണ്ടുണ്ടാക്കിയ ബേക്കറി ഐറ്റംസ്, റെഡ് മീറ്റ്, പിന്നെ ജങ്ക് ഫുഡ്, ഇതൊക്കെ ഒഴിവാക്കും. ഓക്കെ, ഇതൊക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടും. അതിന്റെ കൂടെ ന്യൂട്രിചാർജ് ഹ്യൂമൻ കഴിക്കുമ്പോൾ അതിനുള്ള ഈവനിങ് പ്രിംറോസ് ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ഒഴിവാക്കുക. ഈ PCOD പോലത്തെ പ്രശ്നങ്ങൾ വരാതെ, കാരണം അവിടെ നല്ല ലൂബ്രിക്കേറ്റ് ആക്കി ഒഴിവൊഴിപ്പാക്കി പെട്ടെന്ന് ഡൈജസ്റ്റ് ആക്കിയ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ശരീരത്തിന് വേണ്ടതുള്ള എത്തി. ഇനി യൂട്ടറൈൻ കോൺട്രാക്ഷൻ. ഓക്കെ, യൂട്രസിന്റെ കോൺട്രാക്ഷൻ അത് എപ്പോഴാണ് ഏറ്റവും സംഭവിക്കുന്നത്? ഒന്ന് നടക്കുന്നത് പീരീഡ്സിന്റെ സമയത്ത്, അതുകൊണ്ടാണ് വല്ലാതെ പെയിൻ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ബ്ലീഡിങ് നടക്കുന്നത്. രണ്ടാമത്തത് വരുന്നത് പ്രസവത്തിന്റെ സമയത്താണ്. ഈ 2 സമയത്താണ് ഏറ്റവും കൂടുതൽ യൂട്ടറൈൻ കോൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ യൂട്ടറൈൻ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്താണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത്. ചിലർ പറയുന്നുണ്ട് പീരീഡ്സിന്റെ സമയത്ത് വല്ലാതെ വേദന എടുത്താൽ അടിവയറ് മുഴുവൻ വേദനയാണ്. അതുപോലെ ഇപ്പൊ ഒരു ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി അത് പറയുന്നതെങ്കിൽ നാളെ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭയാനകമായിട്ടുള്ള വേദനയായിരിക്കും ഉണ്ടാകും. അപ്പൊ ഇത് രണ്ടിനെയും കൗണ്ടർ ചെയ്യാൻ ഈ പറയുന്ന ഈവനിങ് പ്രിംറോസ് സഹായിക്കും. അതുകൊണ്ട് ന്യൂട്രിചാർജ് വുമൺ ഇന്ന് മുതൽ തന്നെ പെൺകുട്ടികൾക്ക് കൊടുത്തു വിടണം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ 90% ചാൻസസ്, 90 to 95% ചാൻസസ് ആർ ദെയർ ദാറ്റ് ദി ഗേൾ വിൽ ഡെലിവർ നാച്ചുറലി. അവിടെ സിസേറിയൻ പോലത്തെ സംഭവം ഉണ്ടാവില്ല. ഞാൻ ഒരു 5% മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമ്മളെ കയ്യിലല്ല. അത് മിക്കവാറും അവര് അങ്ങനെ ചെയ്താൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചാൻസസ് ആർ വെരി ഹൈ ദാറ്റ് ഷി വിൽ ഡെലിവർ നോട്ട് നാച്ചുറലി. പിന്നെ ഉള്ളത് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ആണ്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഫാറ്റ് ബേണർ ആണ്. സോ എക്സ്ട്രാ ഫാറ്റ് ഒക്കെ ഡിപ്പോസിറ്റ് ആണ് കത്തിപ്പോകും. പിന്നെ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്. സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് നീല നിറത്തിലുള്ള പൂവാണ്. ഓക്കെ, അത് സ്കിൻ വല്ലാതെ ഡ്രൈ ആയി പോകും പീരീഡ്സിന്റെ സമയത്ത്. അത് ഇല്ലാതെയാക്കുന്നു. രണ്ടാമത് വേദനയാണ്. വല്ലാതെ വേദന വരുന്നത് ഇല്ലാതെയാകും. ഈ വേദനക്കാണ് വേദന സമാരിക്കുന്നത്. അവിടെയാണ് നമ്മൾ സ്റ്റാർ ഫ്ലവർ കൊടുക്കുന്നത്. പിന്നെ ഫ്ലാക്സ് സീഡ് നത്തിങ് ബട്ട് ഒമേഗ. അപ്പോൾ PVMFO അതിന്റെ ഒരു പ്രാക്ടീസ് എല്ലാ സ്ത്രീകളും കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും PVMFO ശരിയാൾവിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാകും.
because you are getting omega through NutriCharge Women and you are getting exclusively omega through NutriCharge Veg Omega. അതാണ് ഫ്ലാക്സീഡ്, റൈറ്റ്. ദെൻ ലൂട്ടിൻ, അതിനെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ആവശ്യമുള്ളതാണ്, ബീറ്റ കരോട്ടീനും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത്. അപ്പൊ ഈ ലൂട്ടിൻ എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു പ്രൊഡക്റ്റ് തന്നെ വന്നുകൊണ്ട് നമുക്ക് പിന്നെ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല ഞാനവിടെ. ദെൻ ലൈക്കോപിൻ. ലൈക്കോപിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ഇത് പുരുഷന്മാരിലും കാണാം, ന്യൂട്രിചാർജ് മാനിലും കാണാം. ന്യൂട്രിചാർജ് മാനിൽ ഇത് കൊടുത്തിരിക്കുന്നത് പുരുഷന് പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ. പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ പുരുഷന് വരാനുള്ള സാധ്യത ഇത് ചെറുപ്രായത്തിൽ തന്നെ ന്യൂട്രിചാർജ് മാൻ കഴിച്ചാൽ മാറും, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ലൈക്കോപിൻ. ഇനി സ്ത്രീകൾക്ക് എന്തിനാ ലൈക്കോപിൻ? ബിക്കോസ് പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥി പുരുഷന്മാർക്ക് ഉണ്ടാവും. പിന്നെ സ്ത്രീകൾക്ക് എന്തിനാ കൊടുത്തിരിക്കുന്നത്? ബിക്കോസ് അഗെയിൻ ഇറ്റ് ഈസ് എ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡന്റ് നമ്മൾ കോശങ്ങളെ സംരക്ഷിക്കും, അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. This is what actually it is, right? So evening primrose, then comes starflower extract. അപ്പോൾ pre-menstrual problems, post-menstrual problems എന്നൊക്കെ നമുക്ക് റിലീവ് വേദന ഉണ്ടാകും. പിന്നെ ഫ്ലാക്സീഡ്, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ചില സ്ത്രീകളുണ്ട്, ചില ഭൗരിഷ സ്ത്രീകളുണ്ട്, ആർത്തവ വിരാമം നടക്കാൻ പോകും, മെനോപോസ് ആയി തുടങ്ങുമ്പോൾ ശരീരം വല്ലാതെ ഹീറ്റ് ആവും, ചൂടാവും. അങ്ങനെ AC ഇട്ടാൽ പോലും വിയർക്കും. അതിന് പറഞ്ഞ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും. അപ്പൊ ഈ ഹോട്ട് ഫ്ലഷസ് വരാതിരിക്കാൻ ഫ്ലാക്സീഡ്സ് ആയിരിക്കും. അപ്പൊ PVMF മുടങ്ങാതെ കഴിക്കും. ഒമേഗയുടെ എണ്ണം ഞാൻ കൂട്ടുക ചെയ്യാൻ തരും. ചില സ്ത്രീകളെ 2 ദിവസം 2 നേരം കഴിക്കുന്നുണ്ട്, പക്ഷെ ശരീരം വല്ലാതെ ചൂടാകുന്നുണ്ട്. അപ്പോൾ മെനോപോസിന് അടുത്ത് എത്താറേ. ഓക്കെ, ദെൻ യു ഇൻക്രീസ് ദി ഡോസ് ഓഫ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതിലൂടെ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കും, റൈറ്റ്. സോ ഇവർക്ക് കിട്ടുന്ന ലക്ഷണം നേടും. ഗ്രീൻ ടീ എക്സ്ട്രാക്ട് സ്കിന്നിനെ ഹെൽത്തി ആകും, ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ഫാറ്റ് ഇൻസൈഡ് ദ ഫ്ലഷ്. അങ്ങനെ ആകുമ്പോൾ യുവർ ബോഡി വിൽ റിമൈൻ ആൻഡ് യു വിൽ റിമൈൻ യങ്. അതുപോലെ ആന്റി റിങ്കിൾ എഫക്റ്റ് ആണ്, ചുളിവുകളൊന്നും ഉണ്ടാവില്ല. ലൂട്ടിൻ ഐ ഹാവ് ഓൾറെഡി ടോൾഡ്, ലൈക്കോപിൻ ഓൾറെഡി ടോൾഡ്. ദെൻ 13 തരം ബ്ലഡുകൾ ചേർത്തിട്ടുണ്ട്. 13 തരം ഫ്രൂട്ട് നമ്മൾ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല ജീവിതത്തിൽ. അപ്പൊ ഇത് ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ഇതെന്താ ചെയ്യുക? ഇറ്റ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് അവർ ബോഡി ടു ഫൈറ്റ് ഡിസീസസ്. അപ്പൊ കൂടുതൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും എന്നർത്ഥം. കാരണം രോഗങ്ങൾ പിടിപെടാനുള്ള വൈറസുകളെ ചെറുക്കാനും അതിലൂടെ യുദ്ധം ചെയ്ത് നമുക്ക് ആരോഗ്യം നൽകാനും ഈ 13 തരം ഫ്രൂട്ട് ബ്ലഡ് നമ്മളെ സഹായിക്കും. നമുക്കറിയാം, ഇത്രയും ഫ്രൂട്ട്സ് നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം കഴിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് അതിന്റെ സത്തുകൾ അടങ്ങിയിട്ടുള്ള ന്യൂട്രിചാർജ് വുമൺ നമുക്ക് അറ്റ്ലീസ്റ്റ് കഴിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ചില ആൾക്കാർ പറയുന്നത്, അത് ഞാനിവിടെ പറഞ്ഞേക്കാം, ചില ഫ്രൂട്ട്സുകൾ പ്രഗ്നൻസിയുടെ സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, ന്യൂട്രിചാർജ് വുമൺ കൊണ്ട് അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വന്നതിന് ശേഷം കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ചേർത്ത് പഠിക്കണം. അല്ലാതെ ഇതിന്റെ നെഗറ്റീവിസം കാണിക്കാൻ വേണ്ടി പറയും. ഇതിലെന്താ നെഗറ്റീവ് ഉള്ളത്? ഈ 13 ഫ്രൂട്ട് ബ്ലഡ് ഉള്ളത് എന്താ നെഗറ്റീവ്? നമുക്ക് മനസ്സിലാത്തതുകൊണ്ടാണ്. ഇത് മിനിമം ലെവലാണ് ചേർത്തിരിക്കുന്നത്. അതായത് ഇത് കഴിച്ചാൽ ആരോഗ്യ അവസ്ഥ നൽകാനുള്ളത്, അനാരോഗ്യം ഉണ്ടാകാനല്ല ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താ കൊടുത്തിരിക്കുന്നത്? ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. 100 മില്ലിഗ്രാം ബ്ലഡ് ആണ് മൊത്തം 13 ഫ്രൂട്ട് ബ്ലഡിന്. അപ്പൊ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, ശരീരത്തിന് ആരോഗ്യം നൽകാനുള്ള ലിമിറ്റ് വരെയും മനസ്സിലായില്ലേ? അപ്പൊ അത് കൂടുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത് എന്തും. അപ്പോ 2 ടാബ്ലറ്റ് കഴിച്ചാൽ പോലും യാതൊരു പ്രശ്നം വരാത്തക്ക അളവിലുള്ള സംഭവങ്ങളായിട്ടുള്ളത്. ഓക്കെ. പിന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഈ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെയും മിസ്കാരേജസ് ആകുന്നതോ അല്ലെങ്കിൽ അവരെ എമോഷൻ നടന്നു പോകുന്നതോ ഫ്രൂട്ട്സുകൾ കഴിച്ചത് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ട് മാത്രമോ? ഇത് രണ്ടും കഴിക്കാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ എമോഷൻ നടന്നത്. പീപ്പിൾ വിൽ ടെൽ, സോ യു ഡോണ്ട് ലിസൺ ടു ദാറ്റ്. എന്താണോ കേൾക്കേണ്ടത് അത് മാത്രമേ കേൾക്കാൻ പറ്റൂ. ഇങ്ങനത്തെ കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. സോ യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്, യു ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. 13 ഫ്രൂട്ട് ലിമിറ്റഡ് ആണ്. പിന്നെ 5 അമിനോ ആസിഡ്സ് ആണ്: ട്രിപ്റ്റോഫാൻ, L-ലൈസിൻ, L-കാർണിറ്റിൻ, ഫിനലലൈൻ ആൻഡ് L-അർജിനിൻ. അപ്പൊ ഇതിനെപ്പറ്റി കുറച്ചൊന്ന് നോക്കാം. ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് മൂഡ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. നേരത്തെ കേട്ടില്ലായിരുന്നു, അല്ലാതെ മൂഡ് കൺട്രോൾ ചെയ്യുന്നില്ല അല്ലെ? മൂഡിന്റെ വ്യതിയാനം മാറും, ഹാർമോൺ വ്യതിയാനം. അപ്പൊ മൂഡിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നാച്ചുറലി എല്ലാവിധ ശരീരത്തിലെ മെറ്റാബോളിസമും പ്രക്രിയകളൊക്കെ നല്ല ശാന്തമായിട്ട് തുടരും. അങ്ങനെ ശാന്തമായി തുടരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും, നല്ല ഗാഢമായിട്ടുള്ള നിദ്രയെ. സ്ലീപ് ഡീപ് ആൻഡ് ലോങ്, ആൻഡ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഉറക്കം കുറഞ്ഞോ അസുഖം തുടങ്ങിയതാണ്. പിന്നെ L-ലൈസിൻ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടും. പല സ്ത്രീകളുടെ ശരീരത്തിൽ എല്ല് തേയ്മാനം കൂടുതൽ കാണാറുണ്ട്, ശരീരം വളഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി L-ലൈസിൻ സഹായിക്കും. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ചില ഗുണങ്ങളുണ്ട്.
അതുമാത്രമല്ല ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ചില എൻസൈമുകൾ, ചില ഹാർമോണുകൾ, ചില ആന്റിബോഡീസ് ഇത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യം വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നമുക്ക് പറ്റും. ഇതിന്റെയൊക്കെ പുറമെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കൊളസ്ട്രോൾ ലെവൽ, ഓക്കെ, ആ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, എത്ര തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലിന്റെ തേയ്മാനം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ബിക്കോസ് ഇറ്റ്സ് ഇൻക്രീസ് ദ കാൽഷ്യം അബ്സോർപ്ഷൻ. അതുകൊണ്ട് കൊലാജൻ ഫോർമേഷൻ. ദെൻ എൽ കാർണിറ്റിൻ ക്ഷീണം കുറയ്ക്കും. ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് അകന്നാൽ തന്നെ ക്ഷീണം കുറയും. ഇത് അമിതമായിട്ട് ക്ഷീണമുള്ള ഏതൊരു വ്യക്തിയെയും ഒരു കാര്യം നോക്കിയാൽ മതി. അതിന് രണ്ട് കാരണമാണ്. ഒന്ന് പ്രോട്ടീന്റെ കുറവ്, രണ്ടാമത് കൊഴുപ്പ് കൂടുതലും. അപ്പൊ കൊഴുപ്പ് കൂടുതലും പ്രോട്ടീനും കുറയും. രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ വല്ലാതെ ക്ഷീണം കാണും. കാരണം പ്രോട്ടീൻ കുറഞ്ഞത് കൊണ്ട് മസിൽസ് ഇല്ല, എല്ലില്ല, ആ സ്ഥാനങ്ങളൊക്കെ കൊഴുപ്പ് വരും. അതുകൊണ്ട് എൽ കാർണിറ്റിൻ എന്ന് പറയുന്നത് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം അകറ്റുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് ദ ബോഡി ഫാറ്റ്. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ ബോഡി ഫാറ്റ്, സോ ഇറ്റ് ഇൻക്രീസസ് ദ മസൽ മാസ്. അങ്ങനെയാകുമ്പോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ പെർഫോമൻസ് വളരെ നന്നാവും. ഫിനലൈൻ ഡിപ്രഷൻ കുറയ്ക്കും, മൂഡ് നന്നാക്കും. മൈഗ്രെയിൻ, പല സ്ത്രീകളും പറയാറുണ്ട് മൈഗ്രെയിൻ, തലവേദന, മൈഗ്രെയിൻ ഇല്ലാതെയാക്കും. അതേപോലെ ആർത്രൈറ്റിസ് ആൻഡ് മെൻസ്ട്രൽ പെയിൻ, വാദസംബന്ധമായിട്ടുള്ള വേദന അല്ലെ ആർത്തവ സംബന്ധമായിട്ടുള്ള വേദന, ഇത് രണ്ടും ചെറുക്കും. അപ്പൊ നോക്കിയേ, ഒരൊറ്റ ഗുളിക കൊണ്ട് എന്തൊക്കെയാ. പക്ഷെ 12 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇപ്പോഴും മനസ്സിലാത്ത ആൾക്കാർ, ഇപ്പോഴും കഴിക്കാത്ത ആൾക്കാർ. ദെൻ എൽ ആർജിനിൻ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതുകൊണ്ട് മസൽ ലോസ് ഇല്ലാതെയാവുന്നു. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് സർക്കുലേഷൻ. റൈറ്റ്. ഇത് എൽ ആർജിനിൻ പുരുഷന്മാർ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സ്പേമിന്റെ കൗണ്ട് കൂട്ടും, ആരോഗ്യം ഉണ്ടാവും, നല്ല ശരീരം ഉണ്ടാവും, എനർജി ലെവൽ കൂടും, വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യത കുറയും. ഓക്കെ, നൗ ന്യൂട്രിചാർജ് വിമൻ, ഓരോ പെൺകുട്ടിയും ഓരോ സ്ത്രീയും കഴിക്കുമ്പോൾ അതിലും അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ചേർത്ത് വരുമ്പോൾ എന്തൊക്കെ ഗുണമാണ് ആ പെൺകുട്ടിക്കും സ്ത്രീക്കും ലഭിക്കുന്നത് നമുക്ക് നോക്കാം. നമ്പർ 1, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ അത് വളരെയധികം സഹായിക്കും. അപ്പൊ ഹീമോഗ്ലോബിൻ കുറഞ്ഞ അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അയൺ റിച്ച് പ്രോട്ടീൻ, ഹെം പ്ലസ് ഗ്ലോബിൻ. ഓക്കെ, അത് ചേർന്ന് വരുമ്പോൾ അതാണ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ശരീരത്തില് ബ്ലഡ് പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ 2 ഇൻഗ്രീഡിയൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഈസ് അയൺ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീനും അയണിന്റെയും അളവ് ഏതൊരു വ്യക്തിയുടെ ശരീരത്തിലും കുറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ രക്തവും കുറയും. അങ്ങനെയാൽ ക്ഷീണം ഉണ്ടാവും. ആൻഡ് ദ മെയിൻ കോസ് ഓഫ് അയൺ ഡെഫിഷ്യൻസി ഈസ് ബ്ലഡ് ലോസ്. രക്തത്തിന്റെ കുറവ് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും മുഖ്യ കാരണം ആ ശരീരത്തിൽ അയൺ ഡെഫിഷ്യന്റ് ആണ് എന്ന്, പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ് ഉള്ളത് കൂടിയാണ്. സോ അറ്റ് ദി ടൈം ഓഫ് മെൻസ്ട്രുവേഷൻ 1.8 ml ബ്ലഡ് ആണ് പോകുന്നതെങ്കിൽ അതിൽ കൂടെ 1.6 milligram ഓഫ് അയൺ ഈസ് ലോസ്റ്റ് എല്ലാ ദിവസവും. അപ്പോ ഒരു ആഴ്ച ബ്ലീഡിങ് നടന്നിട്ടുണ്ടെങ്കിൽ 1.6 into 7 അത്രയും മില്ലിഗ്രാം അയൺ പോയി കഴിഞ്ഞു. അതിന്റെ കൂടെ ജസ്റ്റ് ഇമാജിൻ, പ്രോട്ടീനിന്റെയും അയണിന്റെയും ലെവൽ ശരീരത്തിൽ കുറവാണെങ്കിൽ ദിസ് ലേഡി കൻ നോട്ട് ബി ഹെൽത്തി. ഒരു കാരണവശാലും ആരോഗ്യവതിയായിരിക്കില്ല. എനിവിക്കിനെയായിരിക്കും. സോ ടു മേക്ക് ഹീമോഗ്ലോബിൻ അയൺ ഈസ് റിക്വയർഡ് ആൻഡ് പ്രോട്ടീൻ ഈസ് റിക്വയർഡ്. അല്ല, അവിടെ കണ്ടിരിക്കണം, അയൺ ആറ്റം ആൻഡ് ഗ്ലോബിൻ, അതാണ് ഹെം. ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകും. സോ ന്യൂട്രിചാർജ് വുമൺ കണ്ടെയ്ൻസ് 21 milligram ഓഫ് അയൺ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ ക്വാളിറ്റി ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫാസ്റ്റ് ആയിട്ട് പോകും. പിന്നെ ഈ അയൺ ഇതിൽ ചേർത്തിരിക്കുന്ന ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റിന്റെ ഏറ്റവും വലിയ ഗുണം 90% ബയോവൈലബിൾ. അവിടെ ഒരൊറ്റ ഗുളിക അയച്ചാൽ 90% അയൺ നിങ്ങളുടെ ശരീരം വലിച്ചെടുക്കും. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന അയണിന്റെ പ്രസൻസ് ഇൻ യുവർ ബോഡി വിൽ ബി ഓൾവേസ് ഹൈ ആൻഡ് ഗുഡ്. ഓക്കെ, സാധാരണ അയണിനേക്കാളും 2-4 തവണ ബെറ്റർ അബ്സോർപ്ഷൻ നടക്കും. 2-4 തവണ, ജസ്റ്റ് ഇമാജിൻ. അതുകൊണ്ട് സാധാരണ വൈഡ്ലി യൂസ് ചെയ്യപ്പെടുന്ന അയൺ സൾഫേറ്റ്, അയൺ ഫ്യൂമറേറ്റിനേക്കാളും 4 മടങ്ങ് നല്ല അയണാണ് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ്. അത് മാത്രമല്ല, ഇറ്റ് ഡസ് നോട്ട് കോസ് എനി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സൈഡ് എഫക്ട്സ്. ഉദര സംബന്ധമായിട്ട് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കും. പക്ഷെ ഒരു കാര്യം വീണ്ടും വീണ്ടും
ഞാൻ പറയാണ്, ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോഴോ ന്യൂട്രിചാർജ് മാൻ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പോഷൻ തത്വം കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ നല്ല അളവിൽ വെള്ളം കുടിച്ചേ മതിയാകും. ഓക്കെ. പിന്നെ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ ഉള്ള അടുത്ത ഗുണങ്ങൾ എന്താ? ഒന്ന്, അയണിന്റെ അളവ് കൂട്ടുന്നു. നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. അതുകൊണ്ട് എനിമിക് ആകുന്നില്ല, നമ്മുടെ ശരീരത്തിൽ എനിമിയും ഇല്ല. രണ്ടാമത്തെ ഗുണം, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ബെനിഫിഷ്യൽ ഫോർ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺ. നല്ല ആരോഗ്യമുള്ള ശക്തിയുള്ള അസ്ഥികൾ ഉണ്ടാകും, എല്ലുകൾ ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ ഒരു കാര്യം കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട്. 200 മില്ലിഗ്രാം കാൽഷ്യം ചേർത്ത്. കാൽഷ്യത്തിന്റെ അളവ് അല്പം കൂടുതലാണ് പുരുഷനേക്ക്, ന്യൂട്രിചാർജ് മാനിനേക്ക്. ആൻഡ് ദിസ് 200 മില്ലിഗ്രാം കാൽഷ്യം ഈസ് ഈക്വൽ ടു 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. നല്ല ആരോഗ്യമുള്ള ക്വാളിറ്റിയുള്ള ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ എത്ര കാൽഷ്യം കിട്ടുമോ അത്രയും കാൽഷ്യം നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഓക്കെ. ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് ദ സ്കിൻ മോയിസ്റ്റ്. സ്കിൻ വളരെ മോയിസ്റ്റ് ആയി, തിളക്കമുള്ളതായിരിക്കും, ഡ്രൈ ആയിരിക്കില്ല, യൂണിഫോം ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുകൊണ്ട് ചുളികളൊന്നും ഉണ്ടാവില്ല, എവിടെ നോക്കിയാലും ഒരുപോലെ ഉണ്ടാവും, ഫ്ലെക്സിബിളും ആയിരിക്കും. അതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് ഷോ ദി ഏജ്, പ്രായം തോന്നിക്കത്തില്ല. നിങ്ങളോട് വന്ന് ചോദിക്കേണ്ടി വരും, എന്താണ് ആക്ച്വലി നിങ്ങളുടെ പ്രായം? കാരണം നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ പ്രായം തമ്മിൽ യാതൊരു ഒരു മാച്ചിങ് ആണില്ല. യു വിൽ ലുക്ക് മച്ച് യങ്ങർ ദാൻ യുവർ ഏജ്. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ഡിപ്രഷൻ, അതുപോലെ പെയിൻ ബിഫോർ മെൻസ്ട്രേഷൻ, അതുപോലെ ഹോർമോണൽ ഫംഗ്ഷൻ നന്നാകും. അതുകൊണ്ട് വേദന സമാരി കഴിക്കേണ്ടി വരില്ല, ഡിപ്രഷനിലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല, മാനസിക ആരോഗ്യ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് ഗുളികൾ കഴിക്കേണ്ടി വരില്ല. ഹോർമോണൽ ഫംഗ്ഷൻ സുതാര്യമാക്കും. അതുകൊണ്ട് ശരിയായിട്ടുള്ള ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് ഹെൽത്ത് വിൽ ബി ദേർ. അതുകൊണ്ട് മൂഡ് സ്വിംഗ് ഉണ്ടാവില്ല, കാരണം ഹോർമോൺ വ്യതിയാനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. മൂഡ് സ്വിംഗ് ഇല്ല. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്ലീപ്പ്, നല്ല ആരോഗ്യമുള്ള ഉറക്കം. ആൻഡ് ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ ഫോർ ലോങ് ഷൈനി ആൻഡ് ഹെൽത്തി ഹെയർ. മുടി അത്യാവശ്യമാണ്, എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മുടി വെരി ഇമ്പോർട്ടന്റ്. ഹെൽത്ത് ഹെയർ ഇസ് റിക്വയർഡ്. സോ ഹെയർ അത് നല്ല ആരോഗ്യമുള്ളതായിരിക്കണം, നല്ല തിളക്കമുള്ളതായിരിക്കണം, ഒഴിഞ്ഞു പോവാതിരിക്കണം. അതിനൊക്കെ ന്യൂട്രിചാർജ് വിമൻ സഹായിക്കും. ഇറ്റ് വിൽ ഗിവ് യു ലോങ് ഷൈനി ആൻഡ് ഹെൽത്തി ഹെയർ. പിന്നെ നഖം, നല്ല തിളക്കമുള്ള നഖം. പല സ്ത്രീകളും പെൺകുട്ടികളും നഖം വളർത്തി അതിനെ വളരെ ശുശ്രൂഷിച്ച് സൗന്ദര്യത്തോടെ കാത്തു സൂക്ഷിക്കും, റൈറ്റ്? പക്ഷെ ഇപ്പൊ പോയി എന്താ സംഭവം അറിയാം, എനിക്ക് നഖം പരിശോധിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എല്ലാവരും അതിന്റെ മുകളിൽ പെയിന്റ് ഒക്കെ അടിച്ച് അതിനൊക്കെ കവർ ചെയ്തു. അതുകൊണ്ട് ശരിയായിട്ട് നഖം പരിശോധിക്കാൻ പറ്റാറില്ല. അപ്പൊ ആരോഗ്യമുള്ള നഖമാണെങ്കിൽ പിന്നെ നിങ്ങൾ തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അനാരോഗ്യമുള്ള തേച്ച് വെച്ചതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ല, കാരണം ഉള്ളിലത്തെ സാധനം അനാരോഗ്യം തന്നെയാണ്. അതുകൊണ്ട് പെയിന്റിന്റെ കൂടെ അത് പൊളിഞ്ഞു പോയിരിക്കും. സോ ഇഫ് യു വാണ്ട് ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ നെയിൽസ്, you need to take Nutricharge PVMO4 and Nutricharge. Then it is also beneficial for energy and stamina. നല്ല എനർജി, നല്ല സ്റ്റാമിന. Now what are the features of Nutricharge? ചില വ്യത്യസ്തമായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട് Nutricharge. ആ വുമൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് സ്ട്രോബെറി ഫ്ലേവർ. സ്ട്രോബെറി ഫ്ലേവർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയധികം വൈറ്റമിൻസും മിനറൽസും കഴിക്കുമ്പോൾ വല്ലാതെ ചവർപ്പ്, വല്ലാത്തൊരു ടേസ്റ്റ് വായിൽ വരും. അതുകൊണ്ട് വൊമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്ട്രോബെറി ഫ്ലേവർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്ട്രോബെറിയുടെ ഒരു ടേസ്റ്റേ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈസിലി സ്വോളോഡ്, കാരണം ടേസ്റ്റ് എന്താണ് മാറുന്നില്ല. സ്ട്രോബെറി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് ഒരു പാക്കറ്റിൽ 2 സ്ട്രിപ്പാണ്, 15 ഗുളിക വീതം. അപ്പോൾ ഒരു മാസത്തേക്കുള്ളതാണ്. ഇഫ് യു ആർ നോട്ട് പ്രഗ്നന്റ്. ഇഫ് യു ആർ പ്രഗ്നന്റ് 15 ദിവസത്തേക്ക്, റൈറ്റ്? ആൻഡ് അവൈലബിൾ ഇൻ എ മോഡേൺ മോയ്സ്ചർ പ്രൂഫ് അലു പാക്ക്. മോയ്സ്ചർ പ്രൂഫ് ആണ്, അലു പാക്ക് ആണ്. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് യാതൊരു ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തതുകൊണ്ട് ഗുളികക്ക് യാതൊരു തകരാറുണ്ടാവില്ല. ഇനി ചില സമയത്ത് നിങ്ങൾക്ക് കാണാം, അത് ഞാനിപ്പം ആദ്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ന്യൂട്രിചാർജ് മോർണിംഗ് തുറന്നു നോക്കുമ്പോൾ സ്ട്രിപ്പ് ബോക്സ് എടുക്കുമ്പോൾ ചില ഗുളിക നല്ല കറുത്ത് ലീക്കായ ഗുളിക. അത് കണ്ടാൽ ഭയക്കാൻ പാടില്ല, അത് കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാൻ വേണ്ടത്. അത്രയും ക്വാളിറ്റി ഉള്ള അയണാണിത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഇത് ഷിപ്മെന്റിന്റെ സമയത്ത് ഇതിന്റെ മുകളിൽ ഒക്കെ വന്ന് പെട്ടിട്ട് ചെറുങ്ങനെ എവിടെയോ ഒരു ചെറിയ സുഷിരം വന്നിട്ടുണ്ട്. അതുവഴി അറ്റ്മോസ്ഫിയറിന്റെ കോണ്ടാക്ട് ഈ ടേബ്ലറ്റുമായിട്ട് സംഭവിച്ചു. എയർ ടൈറ്റ് മാറി, അപ്പോൾ കാറ്റ് കൊള്ളാൻ തുടങ്ങി. അപ്പോൾ ഇതിലുള്ള ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ഈ അയണുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ലീക്ക് ആവാൻ തുടങ്ങും.
അതുകൊണ്ട് അമിതമായ കറുപ്പ് നിറം വരുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, സന്തോഷിക്കാൻ വേണ്ട അത്രയും ക്വാളിറ്റി ഉള്ള ആണാണ്. ചെറിയൊരു സുഷിരത്തിൽ കൂടെ കാറ്റ് കയറിയപ്പോഴേക്കും അത് വെളിയിലിട്ട് ചാടി. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ന്യൂട്രിചാർജ്. അതുകൊണ്ട് ഒന്നെങ്കിൽ അത് അങ്ങനെ തന്നെ കഴിക്കാം, അല്ല കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കഴിക്കാം. അല്ലാതെ അത് മാനുഫാക്ചറിങ് തകരാറോ അല്ലെങ്കിൽ ക്വാളിറ്റി എന്തെങ്കിലും മോശമായി പോയതോ ഒന്നുമല്ല. റൈറ്റ്. പിന്നെ വെജിറ്റേറിയൻ ആണ്, 100% വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മാംസം കഴിക്കുന്ന ആളാണോ അല്ലെങ്കിൽ മാംസം കഴിക്കാത്ത ആളാണോ. ഗിവ് ടു എനിബഡി ആൻഡ് എവരിബഡി. Now, who needs to take ന്യൂട്രിചാർജ് വുമൺ? മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയ പെൺകുട്ടി മുതൽ കഴിച്ചു തുടങ്ങാം. The day she starts menstruating, that time always she need to take. 13 വയസ്സ് ആവാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ പീരീഡ് ഉണ്ടോ അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അത് പറഞ്ഞതുകൊണ്ട് മെൻസ്ട്രൽ പീരീഡ് നിന്ന് ഉടനെ നിർത്തണമെന്നില്ല. Should pregnant woman take ന്യൂട്രിചാർജ് വുമൺ or not? Definitely, she need to take twice daily. Okay. Then how to take ന്യൂട്രിചാർജ് വുമൺ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കഴിക്കുക. 2 നേരം കഴിക്കുന്നതാണെങ്കിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും ഒന്ന് ഡിന്നർ കഴിഞ്ഞിട്ടും. പക്ഷെ ഡിന്നർ ഏർലി ആയിരിക്കണം. ബിക്കോസ് 2 ആരെ കഴിക്കുക? പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആയിരിക്കും. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് എന്തുകൊണ്ടും 7 മണി ആകുമ്പോഴേക്കും ഡിന്നർ കഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഡൈജഷൻ നടക്കത്തുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. റൈറ്റ്. Now, how long does ന്യൂട്രിചാർജ് വുമൺ need to be take? You need to take it for a very long time. ആരോഗ്യത്തോടെ നിൽക്കേണ്ട സമയം നിങ്ങൾ എത്ര കണക്കായി വെച്ചിട്ട് അത്രയും കഴിക്കുക. അത്രയൊന്നും പറയണ്ട. ഭക്ഷണം എത്ര കാലം കഴിക്കുമോ അത്രയും കാലം കഴിക്കുക. ദാറ്റ് ഇസ് ദ ഓൺലി ആൻസർ ഫോർ ഇറ്റ്. എത്ര കാലം ഭക്ഷണം കഴിക്കുമോ അത്രയും കാലം ന്യൂട്രിചാർജ് വുമൺ കഴിക്കും. ഹു ഷുഡ് നോട്ട് ടേക്ക് ന്യൂട്രിചാർജ് വുമൺ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം നിർത്തിയത്. മെൻസ്ട്രൽ പീരീഡ് തുടങ്ങി മെനോപോസ് ആയി കഴിഞ്ഞാൽ ഉടനെ ന്യൂട്രിചാർജ് മാനിലേക്ക് മാറണമെന്ന് പറയുന്നതിന് യുക്തിയില്ല കേട്ടോ. കാരണം ആ ഒരൊറ്റ സമയം കൊണ്ട് ആ ലേഡി പെർഫെക്റ്റ്ലി ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്ന് കളയുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഹോട്ട് ഫ്ലഷസ്, ശരീരം ചൂടാവാറുണ്ട്. ഹോട്ട് ഫ്ലഷസ് അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈവനിങ് പ്രിംറോസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യമുള്ളൂ, ജസ്റ്റ് ഇമാജിൻ വാട്ട് യു നീഡ് ടു ഡു. യു നീഡ് ടു ഡു വൺ തിങ് ഇസ് വെരി ഷുവർ. ന്യൂട്രിചാർജ് വിമൻ മെനോപോസ് ആയ ഉടനെ നിർത്തുന്നതിന്റെ മുന്നേ ചില കാര്യങ്ങൾ നോക്കണം. ഹീമോഗ്ലോബിൻ ലെവൽ പെർഫെക്റ്റ് ആണ്, ശരീരത്തിൽ അസ്വസ്ഥതകളൊന്നും കാര്യമായിട്ടില്ലല്ലോ, ശരീരം വല്ലാതെ ചൂടാവുന്നില്ലല്ലോ, ഇതെല്ലാം പെർഫെക്റ്റ് ആണ്, ഷീ ഈസ് അബ്സല്യൂട്ട്ലി ഹെൽത്തി, ദെൻ ഓൺലി യു ക്യാൻ തിങ്ക് ഓഫ് ചേഞ്ചിങ് ന്യൂട്രിചാർജ് വിമൻ ടു ന്യൂട്രിചാർജ് ആൻഡ് ന്യൂട്രിചാർജ് മാൻ ടു ന്യൂട്രിചാർജ്. ഇല്ലെങ്കിൽ ന്യൂട്രിചാർജ് വിമൻ കഴിക്കുന്നത് കൊണ്ട് യാതൊരു തകരാറുമില്ല. ചില സ്ത്രീകൾ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും. ഇനി ചില ആൾക്കാർ അത് കണ്ടുകൊണ്ട് അത് തെറ്റ് പറ്റിയതാവാനായിരിക്കും എന്ന് പറഞ്ഞു നടന്നത്. കാരണം ഞാൻ നോക്കി എഴുതാറുള്ളൂ, ഞാൻ തെറ്റിയൊന്നും എഴുതാറില്ല. കാരണം എഴുതുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് എഴുതാറുള്ളൂ. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചില സ്ത്രീകൾ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഞാൻ അവർക്കൊക്കെ ന്യൂട്രിചാർജ് വുമൺ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില ആൾ പറഞ്ഞിട്ടുണ്ട് പോലും, സർ ഇത് മെൻസ്ട്രൽ പീരീഡ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ ന്യൂട്രിചാർജ് വുമൺ കഴിക്കാണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണം, അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ. സോ കീപ് ടേക്കിംഗ് ന്യൂട്രിചാർജ് വുമൺ. കാരണം ശരീരം വളരെ ക്ഷീണിതയാണ്, രക്തവുമില്ല, എനർജി ലെവലും ഇല്ല. അപ്പോൾ പെട്ടെന്ന് സ്ത്രീകൾക്ക് ന്യൂട്രിചാർജ് വുമൺ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ലെറ്റ് ഹർ കണ്ടിന്യൂ ന്യൂട്രിചാർജ് വുമൺ. റൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ പല കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്, വിച്ച് ഈസ് ഓൾവേസ് ഗുഡ്. അല്ലേ? അതിഗംഭീരമാണ്. അപ്പൊ ഇന്നലെ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടു കാണും. 2 ഹൃദയങ്ങൾ, ഹൃദയത്തിനെ ആരോഗ്യത്തോടെ ചേർത്ത് വെക്കണമെങ്കിൽ, ഹൃദയത്തെ ആരോഗ്യത്തോടെ സംരക്ഷിച്ച് വെക്കണമെങ്കിൽ ഈ 2 ആൾക്കാരെ ചേർക്കുക. ഒരുപക്ഷെ വാലന്റൈൻസ് ഡേ അടുത്തതുകൊണ്ടായിരിക്കും 2 ഹൃദയങ്ങളെ ചേർക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ ന്യൂട്രിചാർജ് വുമൺ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. അതിപ്പോ സ്ത്രീകളായതുകൊണ്ട് മാത്രമല്ല, പുരുഷന്മാർക്ക് ന്യൂട്രിചാർജ് മാൻ ചേർത്താം. സോ ദാറ്റ് വാസ് ദ ക്യാമ്പയിൻ ബിഹൈൻഡ് ദാറ്റ്. കുറെ ഹൃദയങ്ങൾ വരച്ചിട്ട് ഒരു പോസ്റ്റർ, അത് എന്റെ കയ്യിൽ ഇപ്പോൾ ഹിന്ദിയാവുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതാണ്. പക്ഷെ അപ്പോഴേക്കും ഹിന്ദിയിലൊക്കെ ചില ആൾക്കാർ ഇട്ട് ഞാൻ കാണും. കുഴപ്പമില്ല, ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അത് ഇംഗ്ലീഷിലുള്ള വന്നിട്ട് ഞാൻ ഇല്ല, അല്ലെങ്കിൽ ഹിന്ദി തന്നെ തരാം. ഓക്കെ. സോ ദർ ആർ സോ മെനി കോമ്പിനേഷൻസ് ഫോർ ഹെൽത്ത്. പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഉള്ളപ്പോൾ സാധാരണ കോമ്പിനേഷൻ കൊണ്ട് ആവശ്യമില്ല. സോ ലെറ്റ്സ് ഗോ ഫോർ ദ ബെസ്റ്റ്. ഇതും നല്ലതാണ്. ഇസ് ഗുഡ്. ന്യൂട്രിചാർജ് വുമൺ പ്ലസ് ന്യൂട്രിചാർജ് വെജുമേഗ. ദിസ് ഈസ് ഓൾസോ ന്യൂട്രിചാർജ് വുമൺ പ്ലസ് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്. വണ്ടർഫുൾ. This is also ന്യൂട്രിചാർജ് വുമൺ plus ന്യൂട്രിചാർജ് strawberry product and ന്യൂട്രിചാർജ് വെജുമേഗ. But when better is available, when best is available, why should we go for the good? ഏറ്റവും ബെസ്റ്റിലേക്ക്. ഈ ഒരു കോമ്പിനേഷൻ എല്ലാ ദിവസവും ഒരു പെൺകുട്ടിയും സ്ത്രീയും കഴിച്ചു കഴിഞ്ഞാൽ the chance of that lady to be healthy is very very high. ന്യൂട്രിചാർജ് വിമൻ, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് 2 നേരം, ന്യൂട്രിചാർജ് വിമൻ 1 നേരം, ന്യൂട്രിചാർജ് വെജ് ഒമേഗ മിനിമം 2 നേരം,
പിന്നെ അവർ ആരോഗ്യം നോക്കിയിട്ട് വേണം അത് 3 ആക്കണോ 4 ആക്കണോ നോക്കേണ്ടത്. ദെൻ ന്യൂട്രിചാർജ് വ്യൂ ഓഫ് കോഴ്സ് റിക്വയർഡ് ബിക്കോസ് കണ്ണിന്റെ കാഴ്ചശക്തി പ്രധാനമാണ്. ദെൻ ന്യൂട്രിചാർജ് S5 രോഗപ്രതിരോധ ശക്തി നിങ്ങൾ ഇത് 3 കഴിക്കുമ്പോൾ കിട്ടും. അതിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ന്യൂട്രിചാർജ് S5 കൂടി ചേർത്ത് കഴിഞ്ഞാൽ നത്തിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് DHA 200 കൂടി ചേർത്താൽ ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. അപ്പൊ ഒരു ദിവസം കഴിക്കേണ്ട സാധനങ്ങൾ, ഇനി ചില ലേഡീസിന് മുട്ടുവേദനയാണ്, എല്ല് തേയ്മാനമാണ്, അവർക്ക് നമുക്ക് ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് BG കൊടുക്കണം. ചില ആൾക്കാർക്ക് അമിതമായിട്ടുള്ള വണ്ണമുണ്ട്, ഫാറ്റ് കുറക്കണം, നമുക്ക് ന്യൂട്രിചാർജ് ഇതിന്റെ കൂടെ നമുക്ക് ന്യൂട്രിചാർജ് SNF കൊടുക്കേണ്ടി വരും. ചില സ്ത്രീകൾ വളരെ മെലിഞ്ഞിരിക്കുകയാണ്, ശരീരത്തിൽ കൊഴുപ്പില്ല, ശരീരത്തിൽ മസലില്ല, ശരീരത്തിൽ എല്ലില്ല, അങ്ങനെ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ കൂടെ നമുക്ക് ന്യൂട്രിചാർജ് ഗെയിനർ കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൺസൾട്ടേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ സ്നേഹസാധ്യ വഴി വരുമ്പോഴും സപ്ലിമെന്റ് കഴിക്കാനല്ല പറയുക, ഏത് സപ്ലിമെന്റ് എങ്ങനെ എത്ര എപ്പോൾ കഴിക്കണം എന്ന് കൂടി പറഞ്ഞു. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ടാവായിരിക്കും, പക്ഷെ എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, അത് ശരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ എന്തൊക്കെ കഴിക്കാൻ പാടില്ല, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് നമുക്ക് ആരും പറഞ്ഞു തരാനുണ്ട്. സോ ഇതൊക്കെയാണ് സമഗ്രമായിട്ട് നമ്മൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നിങ്ങളുടെ രോഗങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് താരോത്സവത്തിലേക്ക് കണ്ടു കാണോ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്ന ആൾക്കാർ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഒക്കെയാണ് ഞാൻ ഒരാളെടുക്ക് എടുക്കാറ്. തീരെ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ആവശ്യങ്ങളും അധിക നേരം സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ 5 മിനിറ്റ് ഒക്കെ. എന്നാലും ഒരു 6 മിനിറ്റ് എന്തായാലും ഞാൻ എടുക്കും എല്ലാവരുടെയും. സോ ബി എ പാർട്ട് ഓഫ് ദാറ്റ് ആൻഡ് ലെറ്റ് മേക്ക് എവരിവൺ ഹെൽത്തി, റൈറ്റ്? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ന്യൂട്രിചാർജ് വിമൻ. ചില കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ എനിക്ക് ചിലപ്പോൾ തോന്നും, ബിക്കോസ് ദർ ഇസ് നോ കോമ്പറ്റീഷൻ ഫോർ ന്യൂട്രിചാർജ് വിമൻ. ദിസ് ഈസ് ദ നമ്പർ 1 ബ്രാൻഡ് ഇൻ ഇന്ത്യ ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ മേക്കിംഗ് ദിസ് ബ്രാൻഡ് ദി നമ്പർ 1 ബ്രാൻഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം, കൂടുതൽ ആരോഗ്യത്തിലേക്ക് എത്തിക്കണം. ദെൻ ഓൺലി ദ പേഴ്സൺ